പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് അശ്വാരൂഢൻ്റെ വരവ് എന്ന നോവലിൻ്റെ അവസാനത്തെ ഭാഗം വായിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വരൂ, നമുക്ക് നോവലിലേക്ക് കടക്കാം. തീരെ അവശനായി കിടന്നിരുന്ന അലക്സാണ്ടർ മെത്തയിൽ നിന്നും പിടഞ്ഞെഴുന്നേൽക്കുന്നത് കണ്ട് റൊക്സാന പേടിച്ചു. ഓ, എന്താ ഇത്? അബദ്ധത്തിൽ താഴെ വീണാലോ? എനിക്ക് ബ്യൂസിഫാലസിനെ കാണണം, അലക്സാണ്ടർ പറഞ്ഞു. എന്നെ അവൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുപോ. ഇങ്ങനെ കുട്ടികളെ പോലെ തുടങ്ങിയാലോ? റൊക്സാന ചോദിച്ചു. ഇപ്പോൾ ബ്യൂസിഫാലസിനെ പറപ്പിച്ച് എങ്ങോട്ട് പോകാനാണ്? ഏത് രാജ്യം കീഴടക്കാൻ? ഏത് യുദ്ധം ജയിക്കാൻ? ഏതെങ്കിലും രാജ്യം കീഴടക്കാനല്ല, ഏതെങ്കിലും യുദ്ധം ജയിക്കാനുമല്ല, അലക്സാണ്ടർ പറഞ്ഞു. എനിക്ക് ബ്യൂസിഫാലസിനെ കാണണം. ഇന്നലെ കൊട്ടാരം വൈദ്യന്മാരുടെ ഒരു സംഘം പരിശോധിച്ചിട്ട് പറഞ്ഞതെന്താ? ചക്രവർത്തി തിരുമേനിക്ക് സമ്പൂർണ്ണ വിശ്രമമാണ് ആവശ്യമെന്ന്, മെത്തയിൽ നിന്ന് എഴുന്നേൽക്കരുതെന്ന്. അവരങ്ങനെയൊക്കെ പറയും, അലക്സാണ്ടർ പറഞ്ഞു. എനിക്ക് ഇന്നലെ അവർ അന്യോന്യം പറയുന്നത് കേട്ട് കിടക്കുമ്പോൾ തോന്നിയത് അവരെൻ്റെ മരണം കണ്ടു കഴിഞ്ഞെന്നാണ്. നിമിഷങ്ങൾക്കകലെ, കൈയെത്തും ദൂരത്ത്. അങ്ങനെയെങ്കിൽ ബ്യൂസിഫാലസിനെ കാണാൻ ഇനിയും വൈകരുത്. റൊക്സാന അസഹ്യതയോടെ ശിരസിൽ കൈവച്ചു. ദൈവമേ, നിങ്ങളുടെയൊക്കെ കണ്ണിൽ ബ്യൂസിഫാലസ് ഒരു കുതിര മാത്രമാണ്, അല്ലെങ്കിൽ അനേകം കുതിരകളിൽ ഒന്ന്. പക്ഷേ എനിക്കങ്ങനെയല്ല. എത്രയായാലും കുതിരയല്ലാതെയാവുമോ? നിനക്കറിയില്ല, അലക്സാണ്ടർ പറഞ്ഞു. നിനക്കെന്നല്ല, മറ്റാർക്കും അതറിയില്ല, എനിക്കല്ലാതെ. ബ്യൂസിഫാലസ് എനിക്കൊരു കുതിരയല്ല, എൻ്റെ സന്തത സഹചാരിയാണ്, എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ അറിയുന്ന ആത്മസുഹൃത്ത്. അലക്സാണ്ടറുടെ മനസ്സിൽ വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു പകൽ തെളിഞ്ഞു വന്നു. കൊട്ടാരത്തിനടുത്തുള്ള വിശാലമായ മൈതാനത്ത് കുതിരപ്പട്ടാളക്കാരുടെ കഴിവ് പരീക്ഷിക്കുന്ന സന്ദർഭം. ഫിലിപ്പ് രാജാവും ഒളിമ്പിയ രാജ്ഞിയും സൈനിക മേധാവികളും ഒക്കെയുണ്ട്. ഓരോരുത്തരായി വന്ന് നിരത്തി നിർത്തിയ കുതിരകളെ നിമിഷങ്ങൾക്കുള്ളിൽ കീഴടക്കി അവരുടെ കഴിവ് തെളിയിച്ചു. ബ്യൂസിഫാലസ് മാത്രം ഇടഞ്ഞു നിൽക്കുന്നു, ഒരാളെ പോലും അടുപ്പിക്കുന്നില്ല. ഒറ്റ കുതിക്ക് കയറാൻ തുനിഞ്ഞവരെ അവൻ തെറിപ്പിച്ചു. മെരുങ്ങാൻ കൂട്ടാക്കാത്ത ഈ കുതിരയെ എന്തു ചെയ്യും? അതിനെ എവിടെയെങ്കിലും കൊണ്ടു കളയെന്ന് ഫിലിപ്പ് രാജാവ് കൽപ്പിച്ചു. ആ നിമിഷം ഒളിമ്പിയ രാജ്ഞിയുടെ അരികിലിരുന്ന അലക്സാണ്ടർ രാജകുമാരൻ എഴുന്നേറ്റ് കൈ ഉയർത്തി. ഞാനൊന്ന് പരീക്ഷിക്കാം. സഭയിലിരുന്നവരൊക്കെ ഞെട്ടിപ്പോയി. മോശടൻ കുതിരകളെ മയക്കുന്നതിൽ വിദഗ്ധരായ പരിശീലകന്മാർ പരാജയപ്പെട്ടു പിൻവാങ്ങി കഴിഞ്ഞപ്പോഴാണ് 12 വയസ്സു മാത്രം പ്രായമുള്ള അലക്സാണ്ടർ രാജകുമാരൻ പറയുന്നത്, ഞാൻ അവനെ മെരുക്കാമെന്ന്. മഹാരാജാവും ഒളിമ്പിയ രാജ്ഞിയും സഭാവാസികളും നോക്കിയിരിക്കുമ്പോൾ യാതൊരു കുസലും കൂടാതെ അലക്സാണ്ടർ രാജകുമാരൻ അടുത്തു ചെന്ന് മൊശടൻ കുതിരയെ നോക്കി. താടയിൽ തലോടി സ്നേഹം കാണിച്ചതിനു ശേഷം അവനെ തിരിച്ച് സൂര്യൻ്റെ നേരെ നിർത്തി. പിന്നെ ഒറ്റ കുതിക്ക് രാജകുമാരൻ ബ്യൂസിഫാലസിൻ്റെ പുറത്തു കയറി. കാണികൾ ആവേശത്തോടെ കൈയടിച്ച് ജയ ജയ ആരവം മുഴക്കുമ്പോൾ രാജകുമാരൻ കടിഞ്ഞാൺ മുറുക്കി കുതിരയെ നേരെ പായിച്ചു. ദീർഘനാളത്തെ പരിചയമുള്ള ബ്യൂസിഫാലസ് പെട്ടെന്നിണങ്ങി. ഉപവനങ്ങൾ കടന്ന്, രാജവീഥികൾ കടന്ന്, നഗരം ചുറ്റി വളരെ പെട്ടെന്ന് രാജകുമാരനും കുതിരയും സഭാതലത്തിൽ തിരിച്ചെത്തി. കാണികൾ കൂടുതൽ ആവേശത്തോടെ ആർത്തു. അഭിമാനപൂർവ്വം ഫിലിപ്പ് രാജാവ് പറഞ്ഞു, എൻ്റെ മകൻ അലക്സാണ്ടർ രാജകുമാരൻ, എനിക്കു ശേഷം അവൻ മാസിഡോണിയയെ നയിക്കും. ഒളിമ്പിയ രാജ്ഞി സന്തോഷത്തോടെ രാജകുമാരനെ തഴുകി നെറ്റിയിൽ ചുംബിച്ചു. ബ്യൂസിഫാലസ് വെറും ഒരു കുതിരയല്ല, ഫിലിപ്പ് രാജാവ് ഉറക്കെ പറഞ്ഞു. അലക്സാണ്ടർ രാജകുമാരൻ വിദൂരതകൾ ലക്ഷ്യം വയ്ക്കുമ്പോൾ ബ്യൂസിഫാലസിന് ചിറകുകൾ മുളയ്ക്കും. സഭാതലത്തിലെ ചരിത്രകാരന്മാർ ഓർമ്മിക്കുന്നത് നല്ലത്. അലക്സാണ്ടർ ലോകം കീഴടക്കാൻ പോകുന്നത് ബ്യൂസിഫാലസിനെ പറപ്പിച്ചായിരിക്കും. പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. മഹാനായ ഫിലിപ്പ് രാജാവും ഒളിമ്പിയ രാജ്ഞിയും
മറ്റു പ്രധാനികളും ഉൾക്കൊള്ളുന്ന ഈ സദസ്സിനെ എനിക്കൊരു ഐതിഹ്യം ഓർമ്മിപ്പിക്കാനുണ്ട്. സദസ്യർ നോക്കുമ്പോൾ ഒരാൾ കൈ ഉയർത്തി നിൽക്കുന്നു. ഒരു കവി. ഗ്രീക്ക് പുരാണത്തിലെ ഒരു കവിയെയും ഗായകനെയും കുറിച്ചാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഊർന്നുപോകുന്ന അംഗവസ്ത്രം എടുത്ത് തോളിലിട്ടുകൊണ്ട് കവി പറഞ്ഞു, ഓർഫ്യൂസ് എന്ന ഗായകനെയും കവിയെയും കുറിച്ചാണ് ഞാൻ പറയുന്നത്. ത്രേസിലെ ഒരു രാജാവായിരുന്നു ഓർഫ്യൂസ്. ഓർഫ്യൂസിൻ്റെ പാട്ടുകേട്ട് വൃക്ഷങ്ങൾ ഇലകൾ അനക്കാതെ നിന്നു. വന്യജീവികൾ ഓർഫ്യൂസിൻ്റെ പാട്ടിന് കാതോർത്തു. മനുഷ്യർ ശ്രമിച്ചിട്ടും കടലിൽ ഇറക്കാൻ കഴിയാതെ കരക്കിരുന്ന ആർഗോ എന്ന കപ്പൽ ഓർഫ്യൂസിൻ്റെ പാട്ടുകേട്ട് താനെ കടലിലിറങ്ങി. ഞാൻ പറഞ്ഞതിന് ഇത്രയേ അർത്ഥമുള്ളൂ. അനുഗ്രഹീതരായിട്ടുള്ളവർ തൊടുമ്പോൾ കല്ലുകൾ പൂക്കും, നദി അതിൻ്റെ ഒഴുക്കുമറക്കും. അങ്ങനെ ഒരനുഭവത്തിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചത്. അതിപ്രഗത്ഭരായ പരിശീലകന്മാർക്ക് വഴങ്ങാൻ കൂട്ടാക്കാതിരുന്ന ആ കുതിര അലക്സാണ്ടർ രാജകുമാരൻ തൊട്ടപ്പോൾ സൗമ്യനായി. ബ്യൂസിഫാലസ് പോയ പോക്ക് നമ്മളെല്ലാവരും കണ്ടതല്ലേ? അത്ഭുതം. ഇപ്പോൾ എനിക്കും അങ്ങനെ ഒരു കഥാപുരുഷനെ ഓർമ്മ വരുന്നുണ്ട്, റൊക്സാന പറഞ്ഞു. ബാബിലോണിയൻ പുരാണത്തിലെ ഒരു സാഹസികൻ ഗിൽഗമേഷ്. ഗിൽഗമേഷ് ആദ്യം കലാപിയിലെ രാജാവായിരുന്നു. പിന്നീട് യൂർക്ക് നഗരത്തിൻ്റെ രാജാവായി. അദ്ദേഹം വലിയ ഗായകനുമായിരുന്നു. അതാണ് പ്രധാനം. ഗിൽഗമേഷിനെ തോൽപ്പിക്കാൻ ദൈവങ്ങളിൽ മുഖ്യനായ അനുവിനെ ആജ്ഞപ്രകാരം അരൂരു എന്ന ദേവി എങ്കിഡു എന്ന രാക്ഷസനെ സൃഷ്ടിച്ചു. ആദ്യ പോരാട്ടത്തിനു ശേഷം ഗിൽഗമേഷും എങ്കിഡുവും സുഹൃത്തുക്കളായി. പെട്ടെന്ന് എങ്കിഡുവിന് മരണം സംഭവിച്ചു. യുദ്ധത്തിനിടയിൽ കിട്ടിയ ആത്മസുഹൃത്തിൻ്റെ മരണത്തിൽ ദുഃഖിതനായി ഗിൽഗമേഷ് രാപകൽ പാടിക്കൊണ്ടിരുന്നു. ഇതൊക്കെ കഥയാണ്. ഗിൽഗമേഷിനെ പുരാണത്തിൽ വർണ്ണിക്കുന്നത് രാജാവിനേക്കാൾ വലിയ സത്യാന്വേഷിയായിട്ടാണ്. ലോകം ആശാരഹിതമാണെന്നുള്ള ദുഃഖസത്യം ഗിൽഗമേഷിനെ നിരാശപ്പെടുത്തി. എവിടെയാണ് ഗിൽഗമേഷ് മഹാനാകുന്നത്? നശ്വരമായ ജീവിതത്തിൻ്റെ അർത്ഥമെന്തെന്ന് അന്വേഷിച്ച് ഇടയ്ക്ക് കയറി അലക്സാണ്ടർ ചോദിച്ചു, ഇതിനിടയ്ക്ക് നീ എന്തിനാ ഗിൽഗമേഷിനെ എടുത്തിട്ടത്? വെറുതെ, റൊക്സാന പറഞ്ഞു. അല്ലെങ്കിൽ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി സ്വന്തം സങ്കടങ്ങൾ എണ്ണിപ്പെറുക്കുന്നത് ഒഴിവാക്കാൻ. ഒരു നിമിഷം മറ്റെന്തോ ഓർത്തിരുന്ന ശേഷം അലക്സാണ്ടർ ചോദിച്ചു, ആരെവിടെ? എനിക്ക് ബ്യൂസിഫാലസിനെ കാണണം. അതിപ്പോൾ തന്നെ വേണോ? റൊക്സാന ചോദിച്ചു. കൊട്ടാര വൈദ്യൻ പറഞ്ഞത് ഓർമ്മയില്ലേ, സമ്പൂർണ്ണ വിശ്രമം വേണമെന്ന്? അലക്സാണ്ടർ അക്ഷമ കാണിച്ചു. ആരെവിടെ? ഒരു കൊട്ടാരം സേവകൻ വന്ന് ചക്രവർത്തിയെ അഭിവാദ്യം ചെയ്തു. റൊക്സാനയുടെയും കൊട്ടാരം സേവകൻ്റെയും തോളിൽ കൈയിട്ട് ചക്രവർത്തി പടിക്കെട്ടുകൾ ഇറങ്ങി. കോണിപ്പടിയുടെ താഴെ ഇടനാഴിയിൽ സേനാപതി ആൻറ്റിഗോണസ് കാത്തുനിന്നു. കുതിരലായത്തിൻ്റെ മുൻപിലൂടെ നടന്ന് ചക്രവർത്തി ഒരു ഒഴിഞ്ഞ കുതിരക്കൂടിൻ്റെ മുൻപിൽ ചെന്നു നിന്നു. ഹൃദയവിക്ഷോഭം അടക്കിക്കൊണ്ട് അലക്സാണ്ടർ പിന്നിൽ നിൽക്കുന്ന ആൻറ്റിഗോണസിനെ നോക്കി. എവിടെ ബ്യൂസിഫാലസ്? ചക്രവർത്തിക്ക് ഓർമ്മയില്ലേ? യുദ്ധം വേണ്ടെന്ന് വെച്ച് ജലം നദിയുടെ തീരത്തു നിന്ന് മടങ്ങുമ്പോൾ അവശനായ ബ്യൂസിഫാലസ് ചത്തു. ഭൂമിയിലെ വെളിച്ചങ്ങളൊക്കെ അസ്തമിച്ച് ഉരുണ്ടുകൂടിയ ഒരന്ധകാരത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന ഒരാളെ പോലെ മഹാവിദൂരതകളിലേക്ക് നോക്കി അലക്സാണ്ടർ നിന്നു. കണ്ണിൽ നിറഞ്ഞ ഇരുട്ടിൽ അലക്സാണ്ടർ ആ കാഴ്ച കണ്ടു. ദൂരെ അജ്ഞാത തീരങ്ങളിലൂടെ ബ്യൂസിഫാലസ് കുതിച്ചു പായുന്നു. നഗരങ്ങൾ കടന്ന്, മരുഭൂമികൾ കടന്ന്, ആകാശം മുട്ടി നിൽക്കുന്ന കൊടുമുടികളുടെ താഴ്വരകൾ കടന്ന്, നദികൾ നീന്തിക്കടന്ന്, അപാരതയുടെ ഇരുണ്ട വെണ്മ കടന്ന്. കൊട്ടാരം വൈദ്യന്മാരുടെ ഒരു സംഘം സായാഹ്നത്തിൽ അലക്സാണ്ടർ ചക്രവർത്തിയെ പരിശോധിച്ചു. മെയ് 29 മേദിയസ് ലാറിസായുടെ വിരുന്നു കഴിഞ്ഞ് രാത്രി കുളിച്ചു വന്നു കിടന്നതാണ്. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ തൊട്ട് കടുത്ത ജ്വരം. കൊട്ടാരം വൈദ്യന്മാർ മാറി പരിശോധിച്ചിട്ടും രോഗത്തിൻ്റെ രഹസ്യം പിടികിട്ടുന്നില്ല. ഏതോ അജ്ഞാത രോഗമെന്നാണ് അവർക്കൊക്കെ തോന്നിയത്. ശരീരത്തിൻ്റെ ശേഷി കുറഞ്ഞു. മെത്തയിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും മറ്റൊരാളുടെ സഹായം വേണം. ഓർമ്മശക്തി ചിതറിപ്പോകുന്നു. 1-2 ദിവസമായിട്ട് സംസാരിക്കാനും ബുദ്ധിമുട്ടുണ്ട്. ചിലപ്പോൾ വാക്കുകൾ വ്യക്തമാകുന്നില്ല. ഭൂതകാലം കൂടിക്കുഴഞ്ഞ്
അലക്സാണ്ടറെ ദൈവതുല്യം സ്നേഹിക്കുന്ന ജനങ്ങൾ വ്യാകുലപ്പെടുന്നു. ചക്രവർത്തിക്ക് എന്താണ് സംഭവിച്ചത്? സങ്കടവും ഭീതിയും അടക്കി പിടിച്ചുകൊണ്ട് ചക്രവർത്തിയുടെ തൊട്ടടുത്തിരിക്കുന്ന റൊക്സാനയോട് പ്രധാന വൈദ്യൻ പറഞ്ഞു, ഞങ്ങൾ അങ്ങേയറ്റം ശ്രമിക്കുന്നുണ്ട്. ചക്രവർത്തി തിരുമനസിൻ്റെ രോഗശമനത്തിന്. മഹാറാണി വിഷമിക്കാതെ. ചക്രവർത്തിക്ക് ആശ്വാസമുണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പുതിയ ചില മരുന്നുകൾ പരീക്ഷിക്കുന്നുണ്ട്. കൊട്ടാരൻ ശോകമുഖമായിട്ട് ഇന്ന് എത്ര ദിവസമായി? കൊട്ടാരം സേവകൻ പറഞ്ഞു. മഹാറാണി ഊണും ഉറക്കവുമില്ലാതെ. ഞങ്ങൾക്കുമുണ്ട് സങ്കടവും ഉത്കണ്ഠയുമൊക്കെ, പ്രധാന വൈദ്യൻ പറഞ്ഞു. എന്നിട്ട് ഇതാണ് മനസ്സിലായത്, ചിലത് അങ്ങനെ ഉണ്ടാവും അജ്ഞാതമായിട്ട്. മനുഷ്യൻ്റെ ദൗർഭാഗ്യവും നിസ്സഹായതയും ഒക്കെ വെളിവാകുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ്. കാഴ്ചയിൽ യോഗിയെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു വൈദ്യൻ പറഞ്ഞു. അല്ലെങ്കിൽ ഓർത്തു നോക്ക്, കേവലം 33 വയസ്സിനിടയിൽ ലോകം കീഴടക്കിയ ഒരു ചക്രവർത്തി. ആ ചക്രവർത്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നോക്ക്. സ്ഥലകാലങ്ങൾ മറന്ന് കാലത്തെയും ചരിത്രത്തെയും കോരിത്തരിപ്പിച്ച സംഭവങ്ങളുടെ ഓർമ്മകൾ നഷ്ടപ്പെട്ട് കയ്യിലെ വെള്ളിച്ചെല്ലം തുറന്ന് 4-5 ഗുളികകളെടുത്ത് റൊക്സാനയെ ഏൽപ്പിച്ച് പ്രധാന വൈദ്യൻ പറഞ്ഞു. ഇതൊരു ദിവ്യ ഔഷധമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് പാലിൽ കലക്കി ചക്രവർത്തിക്ക് കൊടുക്കണം. ഫലമുണ്ടാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ദൈവം സഹായിക്കട്ടെ. പുറത്തേക്കിറങ്ങുന്നതിനിടയിൽ തിരിഞ്ഞു നിന്ന് പ്രധാന വൈദ്യൻ റൊക്സാനയോട് പറഞ്ഞു, സന്ദർശകരെ അനുവദിക്കേണ്ട. ദൂരെ രാജവീതിയിൽ എവിടെയോ നിന്ന് കേൾക്കുന്ന ഷിറാസിൻ്റെ പാട്ടിന് അലക്സാണ്ടർ ചെവിയോർത്തു. യഥാർത്ഥത്തിൽ അത് പാട്ടോ അതോ ഷിറാസിൻ്റെ ഹൃദയവിലാപമോ? ഒടുവിൽ ഒറ്റപ്പെട്ടു പോയ ഒരാത്മാവിൻ്റെ സങ്കടങ്ങൾ കാറ്റിൽ ഒഴുകുന്നു. പൊട്ടലുകൾ വീണ ഹൃദയത്തെ അയാൾ അങ്ങനെ സാന്ത്വനിപ്പിക്കുന്നു. വെയിൽ മങ്ങുന്ന പടിഞ്ഞാറൻ ആകാശത്തിലെ കറുത്തതും വെളുത്തതുമായ മേഘങ്ങളിൽ പാടല വർണ്ണം പടരുന്നത് ഷിറാസിൻ്റെ പാട്ടിൽ നിന്നാണെന്ന് അലക്സാണ്ടർക്കു തോന്നി. പാടിക്കൊണ്ടിരിക്കുമ്പോൾ മരണം ആഗ്രഹിക്കുന്ന ഷിറാസിനെ അതിനുശേഷവും ആരോർക്കാനാണ്? ഈ രാജവീതിക്കരികിലെ മരങ്ങളും ആകാശവും മേഘങ്ങളും സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളുമല്ലാതെ അസ്തമയത്തിന് പിന്നെ ഇത്ര ഭംഗിയുണ്ടാവുമോ? മനുഷ്യൻ്റെ മരണമുണ്ടാക്കുന്ന ശൂന്യതയ്ക്ക് എന്തടയാളമാണ് ബാക്കിയുണ്ടാവുക? 16-ാം വയസ്സിൽ ആരംഭിച്ച പടയോട്ടങ്ങൾ, യുദ്ധങ്ങൾ, മഹാവിജയങ്ങൾ. ഒടുവിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അതിനൊക്കെ എന്തർത്ഥം? ഒരു കോമാളിക്കളി. അലക്സാണ്ടർ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ് താഴെ നിന്ന് റൊക്സാന പടിക്കെട്ടുകൾ കയറി വന്നത്. ശിരസിൽ കൈവച്ച് റൊക്സാന ആദിയെടുത്തു. എൻ്റെ ദൈവമേ, എന്താ ഇത്? എപ്പോഴാണ് എഴുന്നേറ്റത്? അനങ്ങാതെ കിടക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ദൂരെ നിന്ന് ഷിറാസിൻ്റെ പാട്ടു കേട്ടത്. അലക്സാണ്ടർ പറഞ്ഞു, പിന്നെ അതിന് കാതോർത്ത്. പാട്ട് ആസ്വദിക്കാൻ നല്ല സമയം, റൊക്സാന പറഞ്ഞു. കൊട്ടാരം വൈദ്യന്മാരറിഞ്ഞാൽ എന്നെ ശാസിക്കും. മറ്റുള്ളവരുടെ കണ്ണിൽ ഞാൻ ആരാണ്? ഒരു യോദ്ധാവ്, ചക്രവർത്തി, അലക്സാണ്ടർ പറഞ്ഞു. അതൊക്കെ യാദൃച്ഛികമായി സംഭവിക്കുന്നതാണ്. മാസിഡോണിയയിലെ ഫിലിപ്പ് രാജാവിൻ്റെയും ഒളിമ്പിയ രാജ്ഞിയുടെയും മകനായിട്ടല്ല ഞാൻ ജനിച്ചതെങ്കിലോ? റൊക്സാന മിഴി അനക്കാതെ അലക്സാണ്ടറെ നോക്കി നിന്നു. പക്ഷേ ഒരു കവിയോ പാട്ടുകാരനോ തത്വചിന്തകനോ അങ്ങനെയല്ല, അലക്സാണ്ടർ പറഞ്ഞു. അനശ്വരതയുടെ മണ്ണുകൊണ്ടാണ് ദൈവം അവരെ സൃഷ്ടിച്ചത്. നമ്മൾ അതറിയണം. മാസിഡോണിയൻ ഭരണത്തിനു കീഴിൽ ഗ്രീക്ക് സംസ്ഥാനങ്ങളിൽ അസ്വസ്ഥത പടർന്ന സന്ദർഭം ഞാൻ ഓർക്കുന്നു. ഞാൻ അവിടെ പാഞ്ഞെത്തി കലാപം അമർച്ച ചെയ്തു. തീബ്സ് നഗരം നശിപ്പിച്ചു. അപ്പോൾ ദേവാലയങ്ങൾക്കൊപ്പം കവി പിൻഡറുടെ വസതി ഒരു പോറൽ പോലും ഏൽക്കാതെ കാത്തു. ചരിത്രം ഞാൻ പിന്നെ വായിച്ചോളാം, അലക്സാണ്ടറുടെ ചുമലിൽ പിടിച്ചുകൊണ്ട് റൊക്സാന പറഞ്ഞു. വന്നു കിടക്ക്. റൊക്സാനയുടെ കൈയെടുത്ത് ചുംബിച്ച് അലക്സാണ്ടർ അവളുടെ നേരെ നോക്കി. നീ ഇവിടെ വന്നിരിക്കെ, ഞാൻ നിന്നെ നോക്കിയിരിക്കട്ടെ കുറേ നേരം. നിന്നെ മോഹിപ്പിക്കുന്ന അഴക്, നിന്റെ വശീകരണ ശക്തിയുള്ള കണ്ണുകൾ, ദൈവം എനിക്ക് കാത്തുവച്ചിരുന്ന സ്വപ്നമോ? അലക്സാണ്ടറുടെ മുഖം പിടിച്ചുയർത്തി റൊക്സാന പ്രേമപൂർവ്വം ചോദിച്ചു. ആരാ ഇത്? മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയോ അതോ പ്രണയകഥയിലെ നായകനോ?
റൊക്സാനയുടെ കഴുത്തിൽ കൈയിട്ട് അലക്സാണ്ടർ അവളെ തൻ്റെ നേർക്ക് അടുപ്പിച്ചു. റൊക്സാനയുടെ മുടി അലക്സാണ്ടറുടെ മുഖത്തേക്ക് വീണു. അലക്സാണ്ടർ പറഞ്ഞു, ഭൂമിയിലെ ഒരു പൂവിനും ഇത്ര ഉന്മാദകരമായ സുഗന്ധമില്ല. അലക്സാണ്ടറെ കെട്ടിപ്പുണർന്ന് റൊക്സാന പറഞ്ഞു, എൻ്റെ ദൈവമേ, ഈ നിമിഷങ്ങൾക്ക് ഞാൻ എങ്ങനെ നന്ദി പറയും. അടുത്ത ദിവസം രാവിലെ പ്രധാന വൈദ്യൻ വന്ന് അലക്സാണ്ടറെ പരിശോധിച്ചു. ഇന്ന് 6-7 ദിവസമായില്ലേ? റൊക്സാന ചോദിച്ചു. ഇതുവരെ കാര്യമായ മാറ്റം ഒന്നും കാണുന്നില്ല. ഇന്നലെ അർദ്ധരാത്രിക്ക് വീണ്ടും പനി കൂടി. ഇന്നാണെങ്കിൽ മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് അവശതയും കൂടി. രാജ്ഞി, സമാധാനിക്ക്, പ്രധാന വൈദ്യൻ പറഞ്ഞു. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കാതിരിക്കുമോ? കുറേ നേരം എന്തോ ഓർത്തു കിടന്നതിനു ശേഷം അലക്സാണ്ടർ കൈകൊട്ടി റൊക്സാനയെ വിളിച്ചു. ഭൂമിയിൽ ദൈവത്തെ കണ്ടുപിടിച്ചതാരാണ് ആദ്യം? റൊക്സാന കൈമലർത്തി. ഏതായാലും ഞാനല്ല. എൻ്റെ അമ്മ എന്നോട് പറയാറുണ്ടായിരുന്നു ഞാൻ സിയൂസ് ദേവൻ്റെ പുത്രനാണെന്ന്. ഒരു ദൈവപുത്രൻ, അലക്സാണ്ടർ പറഞ്ഞു. എൻ്റെ പിതാവിനോടും അമ്മ പറഞ്ഞിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ മകനല്ലെന്ന്. അവരുടെ കലഹത്തിനുള്ള ഒരു കാരണം ഞാനായിരുന്നു. അപ്പോൾ ഇതൊന്നും ഓർക്കണ്ട, റൊക്സാന പറഞ്ഞു. മനസ്സിന് സമാധാനം കൊടുക്ക്. കുറേ നേരം നിശബ്ദനായിരുന്നതിനു ശേഷം അലക്സാണ്ടർ സ്വയം ചോദിച്ചു, ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ യുദ്ധങ്ങളിൽ ഏർപ്പെട്ടത്? മാസിഡോണിയയുടെ കൊടി ആകാശത്തിൽ പറക്കാൻ എൻ്റെ ഒപ്പം നിൽക്കുന്നവരുടെ മനസ്സിൽ ആ സ്വപ്നമുണ്ടായിരുന്നോ? സ്വന്തം രാജ്യത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അലക്സാണ്ടർ വിളിച്ചു, മാസിഡോണിയ. അനുതാപത്തോടും സ്നേഹത്തോടും കൂടി റൊക്സാന പറഞ്ഞു. എത്ര പറഞ്ഞാലും കേൾക്കില്ല, ഞാൻ എന്തു ചെയ്യും? റൊക്സാനയുടെ സങ്കടം ഗൗനിക്കാതെ അലക്സാണ്ടർ തൻ്റെ ആത്മപീഡയിൽ തങ്ങി നിന്നു. ചക്രവർത്തി തിരുമനസ് നീണാൾ വാഴട്ടെ. വാതിൽക്കൽ നിന്ന് ഒരു രാജസേവകൻ ശിരസ് കുനിച്ച് അലക്സാണ്ടറെ അഭിവാദ്യം ചെയ്തു. ചക്രവർത്തി തിരുമനസിനെ കാണാൻ ഒരു സ്ത്രീ അനുവാദം ചോദിക്കുന്നു. റൊക്സാന ചോദിച്ചു, സ്ത്രീയോ? ഏതു സ്ത്രീ? കൊട്ടാരം സേവകൻ പറഞ്ഞു. അതേ മഹാറാണി, ഒരു സ്ത്രീ. ദൂരെ എവിടെ നിന്നോ ആണെന്ന് തോന്നുന്നു. ഇവിടെ എങ്ങും കണ്ടിട്ടില്ല ഇതിനു മുൻപ്. റൊക്സാനയ്ക്ക് ശുണ്ഠി വന്നു. ആരാണെന്നും എന്താണെന്നും ചോദിച്ചില്ലേ? എന്തെങ്കിലും കാരണം പറഞ്ഞ് അവളെ തിരിച്ചയക്ക്. ചക്രവർത്തി ഇപ്പോൾ ആരെയും കാണുന്നില്ല. എത്ര പറഞ്ഞിട്ടും ആ സ്ത്രീ കേൾക്കുന്നില്ല, സേവകൻ പറഞ്ഞു. ചക്രവർത്തി തിരുമനസിനെ കണ്ടിട്ടേ മടങ്ങിപ്പോകൂ എന്ന്, അല്ലെങ്കിൽ കൊട്ടാരം വാതിൽക്കൽ കിടന്നു മരിക്കുമെന്ന്. അവളെന്നാൽ കൊട്ടാരവാതിൽക്കൽ കിടന്നു മരിക്കുക തന്നെയാണ് നല്ലത്, ക്ഷോഭത്തോടും പുച്ഛത്തോടും കൂടി റൊക്സാന പറഞ്ഞു. അല്ലെങ്കിൽ വല്ല മലഞ്ചെരുവിലോ കടലിടുക്കിലോ വലിച്ചെറിയ് അവരെ. അപ്പോൾ അനുതാപത്തോടെ അലക്സാണ്ടർ പറഞ്ഞു, സാരമില്ല, വരാൻ പറയൂ ആ സ്ത്രീയോട്. ഇഷ്ടക്കേടോടെ റൊക്സാന പല്ലിറുമി. ഏതോ ഒരുത്തിക്ക് ചക്രവർത്തിയെ കാണാൻ കണ്ട നേരം. ചിലപ്പോൾ അങ്ങനെ ഒരു കടം ബാക്കിയുണ്ടായിരിക്കും, അലക്സാണ്ടർ പറഞ്ഞു. എങ്കിൽ അത് നിറവേറ്റിക്കൊള്ളട്ടെ. റൊക്സാനയ്ക്ക് നിമിത്തങ്ങളുടെ വ്യാകരണം മനസ്സിലാകുമോ? മനസ്സിനെ അടക്കി പിടിച്ചുകൊണ്ട് റൊക്സാന നിശബ്ദമായി അലക്സാണ്ടറെ നോക്കി. വാതിൽ നിറഞ്ഞു കിടക്കുന്ന പട്ടുതിരശീലയുടെ ഞൊറികൾ മാറ്റി ഒരു സ്ത്രീ അകത്തേക്ക് കടന്നു വന്ന് ചക്രവർത്തിയുടെ മുൻപിൽ തല കുനിച്ചു. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിക്ക് ദൈവാനുഗ്രഹമുണ്ടാകട്ടെ. കാഴ്ചയിൽ എന്തോ കുലീനത തോന്നിപ്പിക്കുന്ന ഒരു സ്ത്രീ. ചക്രവർത്തി ചോദിച്ചു, ആരാ? തൊഴുതുകൊണ്ട് ആ സ്ത്രീ പറഞ്ഞു, അടിയൻ്റെ വളരെ നാളത്തെ ഒരാഗ്രഹമായിരുന്നു ചക്രവർത്തി തിരുമനസിനെ ഒന്നു കാണാൻ ഭാഗ്യമുണ്ടാവണമെന്ന്. ദൈവത്തിന് സ്തുതി. അലക്സാണ്ടർ ഓർമ്മയിൽ തിരഞ്ഞു. ആരാണ്? ഓർമ്മ കിട്ടുന്നില്ല. എവിടുന്നാണ് വരുന്നത്? ദൂരേന്ന്, ആ സ്ത്രീ പറഞ്ഞു. വളരെ ദൂരേന്ന്. എന്തിനാണ് എന്നെ കാണണമെന്ന് ആഗ്രഹിച്ചത്? ഒന്ന് കാണാൻ, ഇടർച്ചയുള്ള ശബ്ദത്തിൽ ആ സ്ത്രീ പറഞ്ഞു. ദൈവങ്ങളായ ദൈവങ്ങളോട് മുഴുവൻ ഒരു പ്രാർത്ഥനയേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്, ചക്രവർത്തി തിരുമനസിനെ കാണാനുള്ള ഭാഗ്യം കൊണ്ട് അനുഗ്രഹിക്കണമെന്ന്. എന്തെങ്കിലും സങ്കടം പറയാനുണ്ടോ എന്നോട്? ഒരു സങ്കടമേ ഉണ്ടായിരുന്നുള്ളൂ തിരുമനസേ, അതിപ്പോൾ തീർന്നു. ഇടയ്ക്കു കയറി റൊക്സാന ചോദിച്ചു, ഇനി പോകാൻ മേലെ? ചക്രവർത്തിയെ കണ്ടല്ലോ. അടിയൻ പോയിക്കൊള്ളാം മഹാറാണി. റൊക്സാനയെ തൊഴുത് ആ സ്ത്രീ പറഞ്ഞു, ഇതു മതി അടിയന് ഈ ഒരു കാഴ്ച. ഇതിനാണ് ഇക്കാലം അത്രയും അടിയൻ കാത്തുനിന്നത്. ഇതിനാണ് ഞാൻ ഇത്ര ദൂരം അലഞ്ഞത്. എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളതുപോലെ തോന്നുന്നു, അലക്സാണ്ടർ പറഞ്ഞു. ഓർമ്മ കിട്ടുന്നില്ല. ക്ഷമകേടോടെ റൊക്സാന അലക്സാണ്ടറുടെ നേരെ തിരിഞ്ഞു. ഇനി അത് ഓർക്കാൻ ക്ലേശിക്കണോ? ഒരു നിമിഷം ഏകാഗ്രതയോടെ ആ സ്ത്രീയുടെ നേരെ നോക്കിയതിനു ശേഷം അലക്സാണ്ടർ ഒരു ഊഹം പറഞ്ഞു. കലിക്സേന?
എൻ്റെ ദൈവമേ എന്നു വിളിച്ച് കലിക്സേന നെഞ്ചിൽ കൈവച്ചു. എൻ്റെ ചക്രവർത്തിക്ക് എന്നെ ഓർമ്മയുണ്ട്, എന്നെ മറന്നിട്ടില്ല. കലിക്സേന ഒത്തിരി മാറിപ്പോയി, അലക്സാണ്ടർ പറഞ്ഞു. കണ്ട മാത്രയിൽ തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ എനിക്ക്. ഇതുതന്നെ മഹാഭാഗ്യം, കലിക്സേന പറഞ്ഞു. വളരെ കാലത്തിനു ശേഷം കണ്ടപ്പോഴും ചക്രവർത്തി തിരുമനസ്സിന് അടിയനെ ഓർമ്മ വന്നു, തിരിച്ചറിഞ്ഞു. ഇതിൽ പരം എന്തു മഹാഭാഗ്യമാണ് അടിയനുണ്ടാവാനുള്ളത്. കലിക്സേന പിന്നെയും ദൈവങ്ങളെ വിളിച്ചു. ദൈവങ്ങളെ ഒന്ന് കാണണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ അടിയന്. വെറുതെ ഒരു മോഹം, വർഷങ്ങളുടെ അകലം. അലക്സാണ്ടർ ഒരു പൂർവ്വകാലത്തിൻ്റെ ഓർമ്മകളിലേക്ക് നോക്കി. ഓർമ്മയ്ക്കൊരു മങ്ങൽ. ഇപ്പോൾ അത് മാറി. അത്ഭുതം തോന്നുന്നു. ഇക്കാലം അത്രയും എൻ്റെ ഹൃദയത്തിൽ നിന്റെ സംഗീതം അലയടിച്ചുകൊണ്ടിരുന്നു. നിന്റെ ചിലങ്കകളുടെ താളവും എൻ്റെ ഹൃദയം ഓർക്കുന്നു. ചക്രവർത്തിയുടെ മുമ്പിൽ താണു തൊഴുത് വികാരഭാരത്തോടെ കലിക്സേന പറഞ്ഞു. എൻ്റെ ദൈവമേ, ഞാൻ ഈ നിമിഷം മരിച്ചുപോയെങ്കിൽ എൻ്റെ ചക്രവർത്തി എന്നെ മറന്നില്ലല്ലോ. ഹൃദയവിക്ഷോഭം അടക്കി നിന്നിരുന്ന റൊക്സാന ചക്രവർത്തിയുടെ നേരെ പൊട്ടിത്തെറിച്ചു. എൻ്റെ ചക്രവർത്തി എന്നൊക്കെ പറയാൻ ഈ സ്ത്രീ ചക്രവർത്തിയുടെ ആരാണ്? റൊക്സാനയുടെ അസഹിഷ്ണുത ശ്രദ്ധിക്കാതെ അലക്സാണ്ടർ എന്തെന്നില്ലാത്ത ഒരു ഭാവമൂർച്ചയോടെ കലിക്സേനയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആരാണ് അന്ന് കലിക്സേനയെ എൻ്റെ മുൻപിൽ കൊണ്ടുവന്നത്? എൻ്റെ അമ്മയോ അതോ പിതാവിൻ്റെ പഴയ കൊട്ടാരം നർത്തകിയോ? അവരാരുമല്ല തിരുമനസ്സേ, കലിക്സേന പറഞ്ഞു. ദൈവത്തിൻ്റെ ഇഷ്ടം. റൊക്സാനയുടെ ക്ഷമ കെട്ടു. കടന്നു പോകുന്നുണ്ട് അവിടുന്ന്? പഴയ ഓർമ്മയുടെ പിരിമുറുക്കത്തോടെ അലക്സാണ്ടർ പറഞ്ഞു. ഞാൻ ഓർക്കുന്നുണ്ട് കലിക്സേനയുടെ വരവ്. ആദ്യം എനിക്ക് തോന്നിയത് ഒളിമ്പസ് പർവ്വതമുടികൾ ഇറങ്ങി ഏതോ യവന ദേവത എൻ്റെ മുൻപിലേക്ക് വരുന്നുവെന്നാണ്. ആ നിമിഷങ്ങൾ ഞാനിപ്പോൾ എൻ്റെ ഹൃദയം കൊണ്ട് കാണുന്നു. തുറന്നുകിടക്കുന്ന ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ ഓർമ്മകളുടെ ഒരു നദി ഹൃദയത്തിലേക്ക് ഒഴുകി വീണതുപോലെ അലക്സാണ്ടർക്ക് തോന്നി. മാസിഡോണിയൻ കൊട്ടാരത്തിൽ ഒറ്റപ്പെട്ടുപോയ ദിവസങ്ങൾ, ആരും കൂട്ടിനില്ലാതെ ഏകാകിയായി കഴിഞ്ഞ തൻ്റെ ഹൃദയവ്യതകൾ കാണാൻ ആരാണുണ്ടായിരുന്നത്? പിതാവിന് ചക്രവർത്തിയുടെ തിരക്കുകൾ, സേനാപതികൾക്കിടയിൽ പുതിയ പടയോട്ടങ്ങളെക്കുറിച്ചുള്ള ആലോചനകൾ, അധികാരത്തിൻ്റെ ഉന്മാദം, സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളും സ്വപ്നവുമായി മാതാവ്. പിതാവിന് വേറെയും ഭാര്യമാരുണ്ട്. അരിസ്റ്റോട്ടിൽ അതൊക്കെ അറിഞ്ഞിരുന്നു. ഒരിക്കൽ ആചാര്യൻ പറഞ്ഞു, വിഷമിക്കണ്ട, ഈ ഒറ്റപ്പെടലും ഏകാന്തതയും നിന്നെ മറ്റൊരാളാക്കി തീർക്കും. അവിശ്വസനീയമായ മഹാവിജയങ്ങൾ വഴിയിൽ നിന്നെ കാത്തു നിൽക്കും. ആചാര്യൻ്റെ വാക്കുകൾ അന്ന് അലക്സാണ്ടറുടെ ഹൃദയത്തിൽ തട്ടിയില്ല. വാത്സല്യം കൊണ്ട് പറയുന്നതാണെന്നേ വിചാരിച്ചുള്ളൂ. പിതാവും മാതാവും തമ്മിലുള്ള കലഹം മറ്റുള്ളവരിൽ നിന്നൊക്കെ അകന്നും ഒറ്റപ്പെട്ടും പോകാനാണ് അലക്സാണ്ടറെ പ്രേരിപ്പിച്ചത്. മാതാവിന് പക്ഷേ തൻ്റെ നേർക്ക് കുറേ കൂടി ആർദ്രതയുണ്ടായിരുന്നു. തൻ്റെ പുത്രൻ ഭാവിയിൽ അവൻ്റെ പിതാവിനെ പോലെ സാമ്രാജ്യമോഹിയും അധികാരത്തിൻ്റെ ഉന്മാദം പിടിപെട്ടവനും മാത്രമായി തീരുമോ? അരിസ്റ്റോട്ടിലിൻ്റെ ശിഷ്യനായിരിക്കുമ്പോൾ ജീവിതത്തെയും മനുഷ്യബന്ധങ്ങളെയും കുറിച്ച് ആഴമേറിയ അറിവുണ്ടാകുമെന്നും ആശിച്ചു. പക്ഷേ ഒളിമ്പിയ രാജ്ഞി കണ്ടത് അവൻ ഏകാകിയും ലജ്ജാലുവുമായി തീരുന്നതാണ്. തൻ്റെ ആകുലത പങ്കുവച്ചപ്പോൾ രാജ്ഞിയുടെ ഉറ്റ തോഴി ഒരു വഴി കണ്ടുപിടിച്ചു. രാജകുമാരനെ മോഹിപ്പിക്കുന്ന ഒരു പെണ്ണിൻ്റെ സാമീപ്യം. പിന്നെ ഒരു സന്ധ്യ. നൃത്തശാലയുടെ ഏകാന്തതയിൽ തനിച്ചിരുന്ന് അരികെ ചാരി വെച്ചിരുന്ന വീണയുടെ കമ്പികളിൽ വെറുതെ വിരൽ തുമ്പുകൾ മുട്ടിച്ച് അലക്സാണ്ടർ ഇരിക്കുമ്പോൾ നൃത്തം ചെയ്ത് ഒരു ദേവസുന്ദരി വരുന്നു. അലക്സാണ്ടർ രാജകുമാരന് വന്ദനം എന്നു പറഞ്ഞ് അവൾ ഒരു നിമിഷം നിന്നു. അവളുടെ വശീകരണ ശക്തിയുള്ള കണ്ണുകളിൽ നോക്കി അലക്സാണ്ടർ വിസ്മയിച്ചു. ആരാണിത്? ഇന്നു സന്ധ്യയ്ക്ക് ഒരു നർത്തകി നിന്നെ കാണാൻ വരുമെന്ന് അമ്മ മഹാറാണി പറഞ്ഞിരുന്നു. അത് ഇവളാണോ? അലക്സാണ്ടർ ചോദിച്ചു. ആരാണ് നീ? എൻ്റെ ഏകാന്തമായ നിമിഷങ്ങൾക്കിടയിൽ ആരാണ് നിന്നെ ഇങ്ങോട്ട് അയച്ചത്? അവൾ പറഞ്ഞു. അമ്മ മഹാറാണിയാണ് എന്നെ രാജകുമാരൻ്റെ അടുത്തേക്ക് അയച്ചത്. എന്തിന്? രാജകുമാരൻ ഇവിടെ തനിച്ചായതുകൊണ്ട് ഒരു കൂട്ടിന്. പിന്നെ അലക്സാണ്ടർ രാജകുമാരൻ കണ്ടത് ആ സ്വപ്നസുന്ദരിയുടെ നൃത്തമാണ്. ഇടയ്ക്ക് രാജകുമാരനെ മുട്ടിയുരുമി നിന്ന് മോഹിപ്പിക്കുന്ന ഒരു നോട്ടത്തോടെ അവൾ രാജകുമാരൻ്റെ തോളിൽ കൈയിട്ടു. നീങ്ങി നിൽക്ക്. അലക്സാണ്ടർ ശുണ്ടിയെടുത്തു. ഞാൻ ആഗ്രഹിക്കാത്തത് എന്നെ ആകർഷിക്കുകയില്ല, അതെത്ര മഹത്തരമായതാണെങ്കിലും.
കണ്ണുകൾ ഉയർത്തി അവൾ അലക്സാണ്ടറെ നോക്കി. എന്നെ വശീകരിക്കാനാണ് നീ വന്നതെങ്കിൽ അതിൻ്റെ പ്രതിഫലവും വാങ്ങിച്ചു കൊണ്ട് പോയിക്കോ, അലക്സാണ്ടർ പറഞ്ഞു. എനിക്കിപ്പോൾ നിന്റെ ആട്ടം കാണാൻ താല്പര്യമില്ല. നിന്നെപ്പോലെ ഇവിടെ വന്ന് നൃത്തം ചെയ്തു പോയ മോഹിനിമാരെ ഇപ്പോൾ ആരോർക്കുന്നു? ഇവിടെ വന്നുപോയ നർത്തകിമാരിൽ ഒരാളായിട്ടാണോ രാജകുമാരൻ എന്നെയും കരുതുന്നത്? കാലിക്സേന നെഞ്ചിൽ കൈവച്ചു പറഞ്ഞു. ഇത്തശാലിയായിൽ നിന്ന് വന്ന കലിക്സേനയാണ്. നൃത്തദേവതയുടെ കുടുംബത്തിൽ പിറന്ന ഒരു പാരമ്പര്യമുണ്ട് എനിക്ക്. കലിക്സേനയുടെ ആത്മാഭിമാനത്തിന് മുൻപിൽ അലക്സാണ്ടർ രാജകുമാരൻ പതറി. ഒരു നിമിഷം എന്ന് ആംഗ്യം കാണിച്ച് കലിക്സേന കൃഷ്ണമണികൾ മേൽപോട്ടുയർത്തി ധ്യാനിച്ചു നിന്നു. പിന്നെ നൃത്തത്തിൻ്റെ ലഹരിയിൽ അവൾ വട്ടം കറങ്ങി. മനോഹരമായ ഒരു നൃത്തത്തിൻ്റെ മാന്ത്രിക ഭംഗിയുള്ള നിമിഷങ്ങൾ ആ സന്ധ്യ എൻ്റെ ഓർമ്മയിലുണ്ട്, അലക്സാണ്ടർ പറഞ്ഞു. കലിക്സേന, ആ പകൽ എൻ്റെ മനസ്സിൽ ഇതുവരെ അസ്തമിച്ചിട്ടില്ല. എൻ്റെ മനസ്സ് ഇളകിപ്പോയി. അല്ലെങ്കിൽ ഉറക്കം തൂങ്ങി നിന്ന ഒരു മരം ഒരു നിമിഷം കൊണ്ട് അടിമുടി പൂത്തതുപോലെ. പടയോട്ടങ്ങൾക്കിടയിലും ഞാൻ അതൊക്കെ ഓർക്കാറുണ്ടായിരുന്നു. കലിക്സേന ശിരസ്സു കുനിച്ച് അലക്സാണ്ടറെ വണങ്ങി. അടക്കിയിട്ട് മടങ്ങാത്ത അസഹിഷ്ണുത കൊണ്ട് റൊക്സാനയ്ക്ക് വീർപ്പുമുട്ടി. ഓ, കൊട്ടാരത്തിലെ പണ്ടത്തെ ആട്ടക്കാരി അല്ലേ? അതെ മഹാറാണി, കലിക്സേന പറഞ്ഞു. ഒരു കൊട്ടാരം നർത്തകിയുടെ ജീവിതം, അതിൻ്റെ ഓർമ്മകൾ കൊട്ടാരത്തിൽ തന്നെ ഉപേക്ഷിച്ചു പോരേണ്ടതായിരുന്നു. എന്തുകൊണ്ടോ അടിയൻ അതിന് കഴിഞ്ഞില്ല. ആ ഓർമ്മകളും കൊണ്ടുവന്നിരിക്കുകയാണ് പഴയ രാജകുമാരനെ കാണാൻ. റൊക്സാന പരുക്കൻ സ്വരത്തിൽ ചോദിച്ചു. നിന്നെ ആരാണ് ഇങ്ങോട്ട് വഴി കാണിച്ചത്? നിനക്ക് തെറ്റിപ്പോയി. ഇത് മാസിഡോണിയൻ കൊട്ടാരമല്ല, എവിടെയെങ്കിലുമുള്ള പഴയ കൊട്ടാരം നർത്തകിക്ക് ആടാൻ. മഹാറാണി, അടിയൻ്റെ ചിലങ്കകൾ അഴിച്ചു വെച്ചു. മഹാറാണി സംശയിക്കേണ്ട, അടിയൻ വന്ന വഴിക്ക് തിരിച്ചു പോകും. പഴയ ഓർമ്മകൾ കൊണ്ട് ശരീരം പൊള്ളുമ്പോൾ എങ്ങനെ അകത്തിരിക്കും? പുച്ഛത്തോടെ റൊക്സാന പറഞ്ഞു. കൊട്ടാരവാതിലുകൾ വല്ലതും തുറന്നു കിടപ്പുണ്ടെങ്കിലോ? ചിലപ്പോൾ പുറത്തു പോകുന്നു, ചിലപ്പോൾ അകത്തു കയറുന്നു, കലിക്സേന പറഞ്ഞു. ജീവിതത്തിൽ അങ്ങനെയൊക്കെയാണ് സംഭവിക്കാറ്. വന്നിരിക്കുന്ന ഒരാട്ടക്കാരി അലക്സാണ്ടർ രാജകുമാരനെ കാണാൻ സ്നേഹവും ആരാധനയും കൊണ്ട്, റൊക്സാന പുച്ഛത്തോടെ പറഞ്ഞു. അഴിഞ്ഞാടി രാജകുമാരനെ വശീകരിച്ച്. മഹാറാണി വല്ലാതെ തെറ്റിദ്ധരിച്ചിട്ടാണ്, കലിക്സേന പറഞ്ഞു. ആരാധനയോടെ നോക്കി നിന്നിട്ടേ ഉള്ളൂ രാജകുമാരൻ. എന്നെയല്ല, എൻ്റെ നൃത്തം. എൻ്റെ ശരീരം ഒരു വിശുദ്ധ വസ്തുവാണെന്ന് അന്നാണ് ഞാൻ അറിയുന്നത്. എന്ത് സംഭവിച്ചു കലിക്സേനയ്ക്ക്? അലക്സാണ്ടർ ചോദിച്ചു. കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ. ജീവിതത്തിലെ ദൗർഭാഗ്യങ്ങൾ കൊണ്ട് എങ്ങനെയായിപ്പോയി, കലിക്സേന പറഞ്ഞു. എന്നാലും ചക്രവർത്തി തിരുമനസ് എന്നെ തിരിച്ചറിഞ്ഞല്ലോ, ഭാഗ്യം. ഞാനിപ്പോൾ ഓർക്കുന്നത് വേറെ ചില നിമിഷങ്ങളാണ്, അലക്സാണ്ടർ ചോദിച്ചു. കലിക്സേനയ്ക്ക് ഊഹിക്കാമോ? ഞാൻ എങ്ങനെ ഊഹിക്കാൻ? കലിക്സേന പറഞ്ഞു. ഞാനതൊക്കെ മറക്കാൻ കഷ്ടപ്പെടുകയായിരുന്നു. എന്നാൽ ആ നിമിഷങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഇന്നലത്തേതുപോലെ, അലക്സാണ്ടർ പറഞ്ഞു. അണിഞ്ഞൊരുങ്ങി കലിക്സേന എൻ്റെ അരികിൽ വന്നപ്പോൾ ഞാൻ വിസ്മയിച്ചു പോയി. നീ നിന്നെ പട്ടിലും പൊന്നിലും പൊതിഞ്ഞു വച്ചിരിക്കുന്നു. ഞാൻ അന്ന് നിന്നോട് ചോദിച്ചു, നീ നിന്റെ നഗ്നത കണ്ടിട്ടുണ്ടോ എന്ന്. കലിക്സേന ലജ്ജയോടെ മുഖം കുനിച്ചു. എനിക്കപ്പോൾ തോന്നിയ കുസൃതിക്ക് ഞാൻ നിന്റെ ശിരോവസ്ത്രം വലിച്ചു താഴെയിട്ടു. നിന്റെ നഗ്നമായ ചുമലുകളുടെ അഴക്, അതൊരു കാഴ്ചയായിരുന്നു. റൊക്സാന പൊട്ടിത്തെറിച്ചു. എന്നാൽ ഞാനങ്ങ് പോയേക്കാം. രാജാവും പഴയ കൊട്ടാരം നർത്തകിയും പഴയ ഓർമ്മകൾ അങ്ങ് പങ്കുവെച്ച് സന്തോഷിക്കും. മഹാറാണി, എന്നോട് ക്ഷമിക്ക്, കലിക്സേന കുറ്റബോധത്തോടെ പറഞ്ഞു. ഞാൻ വേറെ ഒന്നിനും വേണ്ടി വന്നതല്ല. എനിക്ക് ചക്രവർത്തി തിരുമനസിനെ ഒന്ന് കാണണം. അങ്ങനെ ഒരാഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ മനസ്സിനൊരു കുളിർമ. ആ സുവർണ നിമിഷങ്ങൾ വീണ്ടും നീ എനിക്കു തന്നു. പകരം കലിക്സേനയ്ക്ക് ഞാൻ എന്താണ് തരേണ്ടത്? ഒന്നും വേണ്ട, കലിക്സേന പറഞ്ഞു. അടിയന് സന്തോഷമായി. ഇനി അടിയൻ പോയിക്കൊള്ളാം. അതിരിക്കട്ടെ, കലിക്സേനയ്ക്ക് ആരാണുള്ളത് ജീവിതത്തിന് കൂട്ടായിട്ട്? ആരുമില്ല, അടിയൻ തനിയെ, കലിക്സേന തല കുനിച്ച് ആദരവോടെ പറഞ്ഞു. അടിയനെ പോകാൻ അനുവദിച്ചാലും. നിൽക്ക്, അലക്സാണ്ടർ പറഞ്ഞു. ഒരിക്കലും ഊരരുതെന്ന് പറഞ്ഞ് എൻ്റെ അമ്മ കഴുത്തിലിട്ടു തന്ന രത്നമാലയാണിത്. അത് കലിക്സേനയ്ക്ക് ഇരിക്കട്ടെ, എൻ്റെ ഓർമ്മയ്ക്ക്. കലിക്സേന മുൻപോട്ടു ചെന്ന്
രണ്ടു കൈയും നീട്ടി ചക്രവർത്തിയുടെ സമ്മാനം വാങ്ങി. അടിയനൊന്നും മോഹിച്ചല്ല വന്നത് അലക്സാണ്ടർ പറഞ്ഞു. അതെനിക്കറിയാം. സമാധാനത്തോടെ പോകൂ. ചക്രവർത്തി തിരുമനസിനെ ദൈവം അനുഗ്രഹിക്കും. ഞാൻ പ്രാർത്ഥിച്ചോളാം എന്നും. തിരിഞ്ഞു നടക്കുന്നതിന് മുൻപ് കലിക്സേന ചക്രവർത്തിയുടെ അരികിൽ നിൽക്കുന്ന റൊക്സാനയെയും തൊഴുതു. അലക്സാണ്ടർ അല്പം കുസൃതിയോടെ ചോദിച്ചു, നിനക്കിഷ്ടപ്പെട്ടില്ലല്ലേ? റൊക്സാന മുഖം കൂട്ടി. എൻ്റെ ഇഷ്ടം അന്വേഷിച്ചല്ലല്ലോ അവൾ വന്നത്, അലക്സാണ്ടർ പറഞ്ഞു. നിന്റെ മനസ്സിന് നിഷ്കളങ്കതയുണ്ടെങ്കിൽ അവളെ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. എനിക്ക് ഏറ്റവും വിശുദ്ധമായ ഒരു ഓർമ്മയാണ് അവൾ. റൊക്സാനയ്ക്ക് ശുണ്ഠി വന്നു. ഇപ്പോൾ എനിക്കായി കുറ്റം. തിരിഞ്ഞു വാതിൽക്കലേക്ക് നോക്കി അലക്സാണ്ടർ വിളിച്ചു, ആരെവിടെ? ഒരു രാജസേവകൻ വന്ന് ശിരസ് കുനിച്ച് ചക്രവർത്തിയെ വണങ്ങി. അടിയൻ, അലക്സാണ്ടർ ചോദിച്ചു. അവൾ പോയോ കലിക്സേന? സേവകൻ പറഞ്ഞു. കൊട്ടാരവാതിൽ കടന്നെന്നാ തോന്നുന്നേ. ഒരു രഥത്തിൽ വേണം അവളെ യാത്രയാക്കാൻ. ആരെങ്കിലും തുണ പോവുകയും വേണം. രാജകൽപ്പന സ്വീകരിച്ച് കൊട്ടാരം സേവകൻ ധൃതിയിൽ പുറത്തേക്ക് പോയി. പഴയ ഓർമ്മകളിൽ പിന്നെ അലക്സാണ്ടർ ഒറ്റയ്ക്ക് യാത്ര തുടർന്നു. രാജവീഥികളിലൂടെ, മലഞ്ചെരിവുകളിലൂടെ, നദീതീരങ്ങളിലൂടെ, പൂവനങ്ങളിലൂടെ, പിന്നെ രാജസദസ്സിൽ കലിക്സേനയുടെ നൃത്തം. രാജാവിനോടും രാജ്ഞിയോടുമൊപ്പം അലക്സാണ്ടർ രാജകുമാരനുമുണ്ട്. ഒടുവിൽ നൃത്തം കഴിഞ്ഞ് തിരശീല താഴ്ന്നു. എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അലക്സാണ്ടർ ചക്രവർത്തി കസേരയിൽ നിന്ന് നിലത്തു വീണു. കനത്ത നിശബ്ദത ഒരു പ്രളയം പോലെ അവിടെ മൂടി. ഇനി യുദ്ധം വേണ്ടെന്ന് വെച്ച് ഭാരതത്തിൻ്റെ മറുകരയിൽ നിന്ന് മടങ്ങുമ്പോൾ തൊട്ട് തുടങ്ങിയതാണ് സൈനിക മേധാവികൾക്കിടയിൽ അനൈക്യവും അഭിപ്രായ വ്യത്യാസങ്ങളും. ലോകം കീഴടക്കാനുള്ള യുദ്ധങ്ങളിൽ ഇടയ്ക്കൊക്കെ സേനാപതികൾ സംശയം പ്രകടിപ്പിച്ചിരുന്നു. മാസിഡോണിൻ്റെ പ്രശസ്തിക്ക് ഇത്തരം കൂട്ടക്കൊലകൾ എത്രമാത്രം പ്രയോജനപ്പെടുമെന്ന ആശങ്ക ചിലരെങ്കിലും പ്രകടിപ്പിച്ചിരുന്നു. കൂട്ടക്കൊലകളിൽ ഇരകളായവരുടെ ജീവിതത്തോട് എന്ത് സമാധാനം പറയും? യുദ്ധക്കളങ്ങളിൽ ജീവിതം നഷ്ടപ്പെടുന്നവരുടെ കുടുംബം അനുഭവിക്കുന്ന സങ്കടങ്ങൾക്ക് ആര് ഉത്തരം പറയും? അത്തരം ചോദ്യങ്ങളും സന്ദേഹങ്ങളും ജനങ്ങൾക്കിടയിൽ രൂപം കൊള്ളുന്ന പ്രതിഷേധത്തിൻ്റെ സൂചകങ്ങളായിരുന്നു. അത്തരം ചോദ്യങ്ങൾക്ക് ആരും ഉത്തരം പറയുന്നില്ല. ഉത്തരമില്ലെന്നോർത്ത ചോദ്യമില്ലാതാകുന്നുണ്ടോ? ചക്രവർത്തിയുടെ പ്രശസ്തിക്കും പ്രീതിക്കും വേണ്ടി എത്ര നാൾ ഈ കൂട്ടക്കൊലകൾ തുടരണം? ആരും ചോദിക്കാത്ത ചോദ്യങ്ങൾ അലക്സാണ്ടർ കേൾക്കുന്നുണ്ടായിരുന്നു. ചക്രവർത്തിയുടെ രാജ്യസ്നേഹം വരും കാലം എങ്ങനെ വ്യാഖ്യാനിക്കും? രോഗശയ്യയിൽ കിടക്കുമ്പോൾ അലക്സാണ്ടറുടെ മനസ്സ് അങ്ങനെയൊക്കെ വ്യാകുലപ്പെട്ടിരുന്നു. ഇന്നലെ തന്നെ കാണാൻ വന്ന ആ ഭ്രാന്തൻ്റെ ചോദ്യങ്ങൾ മനസ്സിനെ അലട്ടുന്നു. തനിക്കു ശേഷം തൻ്റെ രാജ്യം അങ്ങനെ തന്നെ നിൽക്കുമോ? സേനാപതികൾ അന്യോന്യം കലഹിക്കുമ്പോൾ രാജ്യം ഛിന്നഭിന്നമായി തീരുകയില്ലേ? ആൻറ്റിഗോണസിൻ്റെയും ലിസിമാക്കസിൻ്റെയും സെലൂക്കസിൻ്റെയും ഒക്കെ ആശങ്കകളിൽ തെളിഞ്ഞു വന്നത് അവരുടെ ആഗ്രഹങ്ങളായിരുന്നു. ഒരിക്കൽ ടോളമി ഒരു മറവും കൂടാതെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു, തനിക്കു ശേഷം തൻ്റെ രാജ്യം ശിഥിലമായി പോകുമെന്ന സങ്കടം അലക്സാണ്ടറെ അലട്ടി. ഒരു നിമിഷം അലക്സാണ്ടർക്ക് തോന്നി, അങ്ങനെ ഒരു ശൈഥില്യം കാത്തിരിക്കാതെ രാജ്യം അവർക്ക് വീതിച്ചു കൊടുക്കുന്നതല്ലേ നല്ലത്. മാസിഡോണിയ കസാൻഡർക്ക്, ത്രേസ് ലിസിമാക്കസിന്, മെസപ്പൊട്ടോമിയ സെലൂക്കസിന്, ഏഷ്യ മൈനറും സിറിയയും ആൻറ്റിഗോണസിന്. ലെവന്തിൻ്റെയും ഈജിപ്തിൻ്റെയും കാര്യത്തിൽ ടോളമിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. വീതം വയ്പ് അവർക്ക് സമ്മതമാകുമോ? ഇല്ലെങ്കിൽ അവർ തമ്മിൽ നാളെ യുദ്ധമുണ്ടാകുമോ? ചക്രവർത്തിയുടെ ആലോചനകളോട് റൊക്സാന യോജിച്ചില്ല. മഹാറാണി തൻ്റെ ആശങ്കകളും എതിർപ്പും നേരെ പ്രകടിപ്പിച്ചു. 7 മാസത്തിനു ശേഷം ജനിക്കാനിരിക്കുന്ന തൻ്റെ മകന് ഏതു രാജ്യം? മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ അനന്തരാവകാശിയായി അവനെ പ്രഖ്യാപിക്കാത്തത് എന്തുകൊണ്ട്? ഇതൊന്നും അവസാന തീരുമാനങ്ങൾ അല്ല റൊക്സാന, അലക്സാണ്ടർ പറഞ്ഞു. ഞാൻ അങ്ങനെ വെറുതെ ആലോചിച്ചെന്നു മാത്രം. വൈകിട്ട് രാജസദസ്സിൽ ഹാജരാകാൻ സേനാപതികൾക്ക് കൽപ്പന കൊടുത്തു. അതിലും റൊക്സാന എതിർപ്പ് പ്രകടിപ്പിച്ചു. എന്താണിപ്പോൾ രാജസദസ്സിൽ അവരെ വിളിച്ചു കൂട്ടുന്നത്? എന്തെങ്കിലും യുദ്ധം ബാക്കിയുണ്ടോ? യുദ്ധത്തിനല്ല റൊക്സാന, ചക്രവർത്തി പറഞ്ഞു. എൻ്റെ ആശയങ്ങൾ എൻ്റെ സേനാപതികളുമായി പങ്കുവെക്കുന്നതിൽ എന്താണ് തെറ്റ്? തെറ്റൊന്നുമില്ല, റൊക്സാന ഒളിപ്പിച്ചു വെച്ച പരിഹാസത്തോടെ പറഞ്ഞു. എഴുന്നേറ്റിരിക്കാൻ മറ്റൊരാളുടെ സഹായം വേണമെന്ന നിലയ്ക്കല്ലേ ചക്രവർത്തിയുടെ അവസ്ഥ? സേനാപതികൾ ഇപ്പോൾ ആലോചിക്കുന്നത് ചക്രവർത്തിയുടെ ശവഘോഷയാത്രയെക്കുറിച്ചായിരിക്കും.
അലക്സാണ്ടറുടെ മുഖത്ത് നിർവേദത്തിൻ്റെ ഒരു മന്ദസ്മിതം തെളിഞ്ഞു. കാലം ജപമാലയിലെ ഏതു മുത്തിൽ തൊടുമ്പോഴായിരിക്കും എൻ്റെ മരണം? സന്ധ്യയ്ക്ക് രാജസദസ്സിൽ അലക്സാണ്ടർ പ്രവേശിച്ചതിനു പിന്നാലെ സേനാപതികൾ ഓരോരുത്തരായി വന്ന് ചക്രവർത്തിയെ അഭിവാദ്യം ചെയ്ത് അവരവർക്കുള്ള കസേരകളിൽ ഇരുന്നു. ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് ചില കാര്യങ്ങൾ പറയാനാണ്, ചക്രവർത്തി തളർന്ന ശബ്ദത്തിൽ പറഞ്ഞു. മഹത്തായ മാസിഡോണിയൻ സംസ്കാരത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ കൊണ്ട് ചോദിക്കുകയാണ്. എൻ്റെ കാലശേഷം നമ്മുടെ രാജ്യം ആര് ഭരിക്കും? സേനാപതികൾ അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ അന്യോന്യം നോക്കി. ആരും മിണ്ടുന്നില്ല. അവസാന നിമിഷം വരെ നിങ്ങളൊക്കെ എൻ്റെ ഒപ്പമുണ്ടാകുമെന്ന് ഞാൻ ആശിച്ചു. നിങ്ങളായിരുന്നു എൻ്റെ ശക്തി. ഇപ്പോൾ ഒരു സന്ദേഹം, എൻ്റെ ശക്തി ചോർന്നു പോവുകയാണോ? ചക്രവർത്തി ഇപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കരുത്, കസാൻഡർ പറഞ്ഞു. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിക്കൊപ്പം ഞങ്ങളൊക്കെ ഉണ്ടാവും, അവസാന നിമിഷം വരെ. കസാൻഡർ പറഞ്ഞത് കേൾക്കാതെ അലക്സാണ്ടർ മുഖവും കൈകളും മുകളിലേക്ക് ഉയർത്തി. മാസിഡോണിയയുടെ കൊടി പറക്കുന്ന ഒരാകാശം ഞാൻ കാണുന്നുണ്ട്. ഞങ്ങൾ ഭാഗ്യശാലികൾ, ആൻറ്റിഗോണസ് പറഞ്ഞു. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കൂടെ ഞങ്ങൾ ജീവിച്ചു, കസാൻഡർ പറഞ്ഞു. ചരിത്രത്തിൽ ഓർക്കാൻ ഒരു കാലം. കസാൻഡർ പറഞ്ഞതിന് വേറൊരർത്ഥമുണ്ട്, അലക്സാണ്ടർ പറഞ്ഞു. അത് ചരിത്രമാവുകയാണ് എന്ന് വെച്ചാൽ അലക്സാണ്ടറും അലക്സാണ്ടറുടെ കാലവും ഇനി ഓർമ്മകളിൽ അവശേഷിക്കാൻ പോകുന്നു. അപൂർവ സന്ദർഭങ്ങളിൽ ഞങ്ങൾ തിരുമനസിനെ വിമർശിച്ചിട്ടുണ്ട്, സെല്യൂക്കസ് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ചക്രവർത്തി ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. ഞാൻ എൻ്റെ കാലത്തിൻ്റെ വക്കിലാണ് നിൽക്കുന്നത്, അലക്സാണ്ടർ പറഞ്ഞു. കൈ നീട്ടിയാൽ തൊടാം. എനിക്ക് മരണത്തിൻ്റെ ഇരുട്ടിനെ, അതിൻ്റെ തണുപ്പിനെ, അതിൻ്റെ ശൂന്യതയെ. ഞങ്ങൾക്കത് സങ്കല്പിക്കാനേ കഴിയുന്നില്ല, കസാൻഡർ പറഞ്ഞു. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിക്ക് മരണമില്ല. പ്രജകളും ശത്രുക്കളും പേടിക്കും ചക്രവർത്തിയെ, അലക്സാണ്ടർ പറഞ്ഞു. മരണം ഒരു ചക്രവർത്തിയെയും പേടിക്കില്ല. ചരിത്രത്തിലെ മറ്റേതെങ്കിലും ചക്രവർത്തിയെ പോലെയല്ല മഹാനായ അലക്സാണ്ടർ, സെല്യൂക്കസ് പറഞ്ഞു. ഏജിയൻ സമുദ്രം മുതൽ ചെലം നദി വരെ വ്യാപിച്ചു കിടക്കുന്ന അലക്സാണ്ടറുടെ സാമ്രാജ്യം, അലക്സാണ്ടർ ചക്രവർത്തി, മാസിഡോണിയയുടെ സ്വർണ്ണ കിരീടമണിഞ്ഞ ശിരസ്. ഐതിഹ്യത്തിൽ മാത്രമേ ഇനി ഒരാളെ ഇങ്ങനെ കാണുകയുള്ളൂ, സെല്യൂക്കസ് പറഞ്ഞു. പ്രൊമീത്യൂസിനെ ഒളിമ്പസ് പർവ്വത മുകളിൽ ഒളിപ്പിച്ചു വച്ച അഗ്നി രഹസ്യമാർഗങ്ങളിലൂടെ ചെന്നെടുത്ത് മനുഷ്യനു നൽകിയ പ്രൊമീത്യൂസിനെ ഒരു പാഠം പഠിപ്പിക്കാൻ ദേവന്മാർ അദ്ദേഹത്തെ കോക്കസ് പർവ്വതത്തിൻ്റെ പാറയിടുക്കിൽ ബന്ധിച്ചിട്ടു. പകൽ നേരങ്ങളിൽ ഒരു കഴുകൻ വന്ന് പ്രൊമീത്യൂസിൻ്റെ കരൾ കൊത്തിപ്പറിക്കും. പകൽ കഴുകൻ കൊത്തിപ്പറിച്ച കരൾ രാത്രിയിൽ വളർന്ന് പൂർവ്വസ്ഥിതിയിലാകും. 30 വർഷം പ്രൊമീത്യൂസ് ആ തീരാവേദന അനുഭവിച്ചു, മനുഷ്യന് അഗ്നി മോഷ്ടിച്ചു കൊടുത്തു എന്ന കുറ്റത്തിന്. പിന്നീട് ഹെർക്കുലീസ് വന്ന് കഴുകനെ കൊന്നു, പ്രൊമീത്യൂസിനെ രക്ഷിച്ചു. കസാൻഡർ ആ കഥയിൽ പങ്കുചേർന്നു. മാസിഡോണിയയുടെ സ്വാതന്ത്ര്യവും അന്തസ്സും കാത്തു സൂക്ഷിക്കുന്നതിന് നമ്മുടെ ചക്രവർത്തിയുണ്ട്. പ്രൊമീത്യൂസ് എവിടെ? ഞാൻ എവിടെ? അലക്സാണ്ടർ പറഞ്ഞു. എൻ്റെ ആചാര്യൻ അരിസ്റ്റോട്ടിൽ പറയാറുണ്ടായിരുന്ന ചരിത്രം ചിലപ്പോൾ ഫലിതമായി തീരുമെന്ന്. തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ യുദ്ധങ്ങൾ പോലും അങ്ങനെയല്ലേ? യുദ്ധത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യരുടെ വിലാപങ്ങൾ, പക്ഷേ ഫലിതമല്ല. അസഹ്യമായ വേദന അടക്കാൻ നെഞ്ചിൽ കൈയമർത്തി ചക്രവർത്തി ശിരസ്സു കുനിച്ചു. സേനാപതികൾ അമ്പരന്നു നോക്കി. നിൽക്കുന്നതിനിടയിൽ റൊക്സാന ഓടി വന്ന് ചക്രവർത്തിയെ താങ്ങി തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആരോ കൊട്ടാരം വൈദ്യനെ വിളിക്കാൻ ഓടി. സേനാപതി കരുതലോടെ ചക്രവർത്തിയെ താങ്ങിയെടുത്ത് കിടപ്പറയിലേക്ക് കൊണ്ടുപോയി. നിമിഷങ്ങൾ കൊണ്ട് കൊട്ടാരം സ്തംഭിച്ചു. കൊട്ടാരം നിശബ്ദതയുടെ ഒരു കൂടാരം പോലെ കാണപ്പെട്ടു. മുകളിൽ ഇരുണ്ട ആകാശം കുറെ കൂടി ഇരുണ്ടു. മങ്ങിയ നിലാവിൽ നഗരവീഥികളിലൂടെ അസ്ഥിപഞ്ജരങ്ങളുടെ ഒരു ഘോഷയാത്ര കടന്നു പോകുന്നു. അസ്ഥിപഞ്ജരങ്ങൾ എന്താണ് വിളിച്ചു പറയുന്നതെന്ന് വ്യക്തമല്ല. യുദ്ധത്തിൻ്റെ ഓർമ്മകൾ ഉണ്ടാക്കിക്കൊണ്ട് വാൾത്തലപ്പുകൾ കൂട്ടിമുട്ടുന്നതിൻ്റെ ഒച്ച കേൾക്കാം. അതിനിടയ്ക്ക് വിങ്ങിപ്പൊട്ടലുകളും ദീനമായ വിലാപങ്ങളും ഉയർന്നു കേൾക്കുന്നു. മങ്ങിയ നിലാവ് കുറെ കൂടി ഇരുണ്ടു. നഗരവീഥികൾ കടന്ന്, മരുഭൂമികൾ കടന്ന്, കൊടുമുടികളുടെ താഴ്വരകൾ കടന്ന് അസ്ഥിപഞ്ജരങ്ങളുടെ ജാഥ കടന്നു പോകുന്നു. പിന്നെ അത് ദൂരെ ഇരുട്ടിൽ മറഞ്ഞു. ഇരുട്ടിൽ നിന്ന് ഞരക്കങ്ങളും വിലാപങ്ങളും മാത്രം കേൾക്കുന്നു. റൊക്സാന എന്ന് വിളിച്ചുകൊണ്ട് അലക്സാണ്ടർ ദുസ്വപ്നത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു. ജനാലയ്ക്കൽ പുറത്തേക്ക് നോക്കി നിന്നിരുന്ന റൊക്സാന നടുക്കത്തോടെ ചക്രവർത്തിയുടെ അരികിൽ ഓടിയെത്തി. തഴുകി പിടിച്ചുകൊണ്ട് റൊക്സാന ചോദിച്ചു, എന്തു പറ്റി? എന്തെങ്കിലും കണ്ട് പേടിച്ചോ? അതെ റൊക്സാന,
കിതപ്പ് അടക്കാൻ ക്ലേശിച്ചുകൊണ്ട് അലക്സാണ്ടർ പറഞ്ഞു. ഒരു സ്വപ്നം. ഇതെന്തു കഷ്ടമാണെന്നാ ഞാൻ ഓർക്കുന്നേ, റൊക്സാന ചോദിച്ചു. ദുസ്വപ്നം കണ്ടു പേടിക്കാൻ ചക്രവർത്തി കൊച്ചു കുട്ടിയാണോ? വിദൂരതയിലേക്ക് നോക്കി അലക്സാണ്ടർ പറഞ്ഞു. അസ്ഥിപഞ്ജരങ്ങൾ നടത്തുന്ന ഘോഷയാത്ര, ഒരു സ്വപ്നം. മങ്ങിയ നിലാവിലൂടെ ഇരുട്ടിലൂടെയും അവർ കടന്നു പോകുന്നു. അവരുടെ ഞരക്കങ്ങളും വിലാപങ്ങളും കേൾക്കുന്നു. വെറുതെ ഓരോന്ന് സങ്കല്പിച്ചുണ്ടാക്കുകയാണ്, റൊക്സാന പറഞ്ഞു. പ്രധാനമായി ഉറങ്ങിക്കോ. ഇനി ഒരു ദുസ്വപ്നവും ചക്രവർത്തിയെ അലട്ടാൻ വരില്ല. ഞാൻ കൂടെയുണ്ട്. മഴമേഘങ്ങൾ തിങ്ങി നിറഞ്ഞ ആകാശം കറുത്തിരുണ്ടു. ദിഗന്ധങ്ങളെ ഞെട്ടിക്കുന്ന ഇടിമുഴക്കങ്ങൾ, ആകാശം പിളർന്നിറങ്ങുന്ന ഇടിമിന്നലുകൾ, ചങ്ങല പൊട്ടിച്ച കൊടുങ്കാറ്റ്, അലറിപ്പെയ്യുന്ന പെരുമഴ. മയക്കത്തിൽ നിന്ന് കണ്ണു തുറന്ന് അലക്സാണ്ടർ ചോദിച്ചു. യുദ്ധം തുടങ്ങിയോ? എന്ത് യുദ്ധം? റൊക്സാന പറഞ്ഞു. അലക്സാണ്ടർ ചക്രവർത്തി കൊട്ടാരത്തിൽ മയങ്ങിക്കിടക്കുമ്പോൾ എങ്ങനെ യുദ്ധം? അത് മഴയാണ്. ഇടിമുഴക്കം കേൾക്കുമ്പോൾ ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുകയാണെന്ന് തോന്നും. അലക്സാണ്ടർ പുറത്തേക്ക് നോക്കി. മഴക്കാലമായോ? കാലം മാറി മറിയുകയായിരിക്കും, റൊക്സാന പറഞ്ഞു. കാലപ്പകർച്ചയ്ക്ക് ചക്രവർത്തിയുടെ കൽപ്പന ആവശ്യമില്ല. ഇടിമിന്നലുകൾക്ക് പിന്നാലെ വീണ്ടും ഇടിമുഴക്കങ്ങൾ കേട്ടു. ദിഗന്ധങ്ങൾ കിടുങ്ങുന്നു. രാജകൊട്ടാരം കിലുങ്ങുന്നു. കൊട്ടാരം വൈദ്യൻ വന്നില്ലല്ലോ. വരാറാകുന്നതേ ഉള്ളൂ. റൊക്സാനയുടെ നേരെ നോക്കി അലക്സാണ്ടർ പറഞ്ഞു. എനിക്ക് വയ്യ റൊക്സാന. എന്താപ്പോ ഇങ്ങനെയൊക്കെ പറയുന്നേ? ചക്രവർത്തിയുടെ കവിളിൽ തലോടി റൊക്സാന ചോദിച്ചു. ജീവിതത്തിലെ നല്ല കാലങ്ങളെക്കുറിച്ച് ഓർക്ക്. മാസിഡോണിയയുടെ രാജകുമാരൻ, കൊട്ടാരം സേവകർ അടക്കം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. രാജകുമാരൻ്റെ മോഹിപ്പിക്കുന്ന സ്വരൂപത്തെക്കുറിച്ച്. തഴച്ചു വളർന്ന മുടി, ആഴമേറിയ കണ്ണുകൾ. കുറ്റമാണോ കണ്ടുമുട്ടിയ ദേവസുന്ദരിമാർ സ്നേഹം കൊണ്ട് അഭിഷേകം ചെയ്തത്? ദാരിയസിൻ്റെ പുത്രി സ്റ്റാത്തിര, ഓച്ചസിൻ്റെ പുത്രി പാരിസാറ്റിസ്, പിന്നെ കലിക്സേന. ആ ഓർമ്മകളിൽ ജീവിക്ക് മാസിഡോണിയയുടെ രാജകുമാരനായിട്ട്, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയായിട്ട്. എനിക്കു പറക്കാൻ ഇനി ആകാശങ്ങളില്ല, അലക്സാണ്ടർ പറഞ്ഞു. എൻ്റെ ആകാശങ്ങൾ നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ടിട്ടില്ല. പറക്കാൻ ഒരാകാശം ബാക്കിയുണ്ട്, റൊക്സാന. മുടിയഴിച്ചിട്ട് മറയുണ്ടാക്കി നേരെ കുനിഞ്ഞ് റൊക്സാന ഗാഢമായ ചുംബനം കൊണ്ട് അലക്സാണ്ടറെ വീർപ്പ് മുട്ടിച്ചു. ഓർത്തു നോക്ക്, റൊക്സാന പറഞ്ഞു. നമ്മൾ കണ്ടുമുട്ടിയ ആദ്യ നാളുകൾ. എത്ര സന്തോഷത്തോടെ, എത്ര ആവേശത്തോടെ. സത്യത്തിൽ എന്നെയും ആക്രമിച്ച് കീഴടക്കുകയല്ലേ ചെയ്തത് ആദ്യ രാത്രിയിൽ? ആടയാഭരണങ്ങൾ ഊരിക്കളഞ്ഞ് ആ രാത്രിയാണ് ഞാൻ എൻ്റെ നഗ്നത കാണുന്നത്. ശക്തി ചോർന്ന കൈകൾ കൊണ്ട് അലക്സാണ്ടർ റൊക്സാനയെ ചേർത്തു പിടിച്ചു. ഇനിയും അങ്ങനെ ജീവിക്കണം നമുക്ക്. ഇടയ്ക്ക് പെട്ടെന്ന് ഓർത്തതുപോലെ റൊക്സാന പറഞ്ഞു. നമുക്ക് ഏദനിൽ പോകണം. രാജ്യത്തിൻ്റെ കിഴക്കൻ അതിർത്തിയിലാണ് അതെന്ന് കേട്ടിട്ടുണ്ട്. ആദവും ഹൗവയും ഒരുമിച്ചു ജീവിച്ച പറുദീസ അവിടെ ഇപ്പോഴും ഉണ്ടാവുമോ? ആദവും ഹവ്വയും ഒന്നിച്ചു ജീവിച്ച പറുദീസ അവിടെ ഇപ്പോഴും ഉണ്ടാകുമോ? ആ ജ്ഞാനവൃക്ഷം? ഏത് കാലത്തെ കഥയാണ് റൊക്സാന പറയുന്നത്? ഇപ്പോൾ പറുദീസ ഉണ്ടാവുമോ അവിടെ? അവിടെ ജ്ഞാനവൃക്ഷം ഉണ്ടാവുമോ? അത് പണ്ടേ ഉണങ്ങിപ്പോയി കാണും. ഇല്ലെന്നേ, റൊക്സാന പറഞ്ഞു. ഉണങ്ങിപ്പോയെങ്കിൽ ഞാൻ തൊടുമ്പോൾ അത് തളിർക്കും. വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ പെട്ടെന്നൊരു മയക്കമുണ്ടാകും ചക്രവർത്തിക്ക്. രോഗവിവരം പറയുമ്പോൾ കൊട്ടാരം വൈദ്യന്മാർ വെറുതെ തലകുലുക്കും. റൊക്സാനയ്ക്ക് സങ്കടവും അമർഷവും ഉണ്ടായി. 8-9 ദിവസമായി ചക്രവർത്തി രോഗിയായിട്ട്. മാറി മാറി മരുന്നുകൾ കൊടുക്കുന്നുണ്ടെങ്കിലും മാറ്റമൊന്നും കാണുന്നില്ല. മാറ്റം കാണുന്നില്ലെന്ന് മാത്രമല്ല, ഓരോ ദിവസം കഴിയും തോറും അവശത കൂടി വരുന്നു. വിഷമം പറയുമ്പോൾ കൊട്ടാരത്തിലുള്ളവർ പറയുന്നു അതൊക്കെ സ്വാഭാവികമാണെന്ന്. രാജ്യത്തെ ഏറ്റവും വിദഗ്ധരായ വൈദ്യന്മാരാണ് ചക്രവർത്തിയെ ചികിത്സിക്കുന്നത്. എന്നിട്ടും ഫലം കാണുന്നില്ല. തൻ്റെ സങ്കടം പറഞ്ഞപ്പോൾ പ്രധാന വൈദ്യൻ കൈമലർത്തി. ഞങ്ങൾക്കിതൊക്കെയല്ലേ ചെയ്യാൻ പറ്റൂ. ദൈവ തിരുമനസ് വായിക്കാൻ ആർക്ക് കഴിയും? ചക്രവർത്തിക്ക് എന്തോ സംഭവിക്കാൻ പോവുകയാണെന്ന് കൊട്ടാരത്തിൽ എല്ലാവരും പേടിക്കുന്നു. കൊട്ടാരത്തിനകത്തു മാത്രമല്ല പുറത്തുമുണ്ടങ്ങനെ. രാജകൊട്ടാരത്തിൽ ആരും ഉറക്കെ സംസാരിക്കുന്നില്ല. അത്യാവശ്യ കാര്യങ്ങൾ പോലും ശബ്ദം താഴ്ത്തി രഹസ്യമാക്കി തീർക്കുന്നു. ചിലപ്പോൾ എൻ്റെ മനസ്സ് പലതായി പിളർന്നു പോകുന്നത് പോലെ തോന്നും, അലക്സാണ്ടർ പറഞ്ഞു. ചിലതൊക്കെ ഓർക്കുമ്പോൾ എല്ലാം മറക്കാൻ ആഗ്രഹിച്ചതായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താ ഇത്ര ഓർക്കാനും സങ്കടപ്പെടാനുമുള്ളത്? റൊക്സാന ചോദിച്ചു.
കേട്ടിട്ടുള്ള കഥകളിൽ നിന്ന് സൂര്യതേജസ്സുള്ള ഒരു മഹാപുരുഷൻ ഉയർന്നു വരുന്നു. സൂര്യതേജസ്സുള്ള മഹാപുരുഷൻ, അലക്സാണ്ടർ സ്വയം പരിഹസിച്ചു. ജീവിതം നീളെ ഞാൻ അനുഭവിച്ച ആത്മസംഘർഷം വേറെ ആർക്കും മനസ്സിലാവില്ല. എന്തനുഭവിച്ചെന്നാ? അലക്സാണ്ടറുടെ മൂക്കിന്മേൽ പിടിച്ച് ലാളിച്ചുകൊണ്ട് റൊക്സാന ചോദിച്ചു. ചുമ്മാ ഓരോന്ന് സങ്കല്പിച്ചുണ്ടാക്കുകയാണ്. അല്ല റൊക്സാന, അലക്സാണ്ടർ പറഞ്ഞു. ഞാൻ അനുഭവിച്ച സങ്കടങ്ങളും ആത്മസംഘർഷങ്ങളും ഇയോണിയൻ കടലിലെ ഒരു ചരക്കു കപ്പലിൽ കയറ്റി വെച്ചിരുന്നുവെങ്കിൽ കപ്പൽ കടലിൽ മുങ്ങിപ്പോയേനെ. റൊക്സാന തലയിൽ കൈവച്ചു. എൻ്റെ ഈശ്വരാ, എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല. ഇല്ല, മനസ്സിലാവില്ല, അലക്സാണ്ടർ പറഞ്ഞു. എനിക്കല്ലാതെ മറ്റാർക്കും അത് മനസ്സിലാവില്ല. ഗാഢമായ ഒരു ഓർമ്മയിൽ നിന്ന് നെടുവീർപ്പോടെ അലക്സാണ്ടർ കണ്ണു തുറന്ന് റൊക്സാനയെ നോക്കി. ഞാനിതിനു മുൻപും റൊക്സാനയോട് പറഞ്ഞിട്ടുണ്ടാവും, അലക്സാണ്ടർ പറഞ്ഞു. അർദ്ധരാത്രി കൊട്ടാരത്തിലെ ലഹള കേട്ടാണ് ഞാൻ ഞെട്ടിയുണരാറ്. അച്ഛനും അമ്മയും തമ്മിലുള്ള യുദ്ധം. ഞാൻ എൻ്റെ അച്ഛൻ്റെ മകനല്ലെന്ന് അമ്മ പറയും. ഫിലിപ്പ് രാജാവിന് പകരം അച്ഛൻ്റെ സ്ഥാനത്ത് അമ്മ സിയൂസ് ദേവനെ വാഴിച്ചു. അച്ഛൻ്റെ 3 ഭാര്യമാർക്കിടയിൽ എൻ്റെ അമ്മയുടെ സ്ഥാനം എവിടെയായിരുന്നു? അവർക്കിടയിൽ ഞാൻ അനുഭവിച്ച സങ്കടം എനിക്ക് താങ്ങാൻ കഴിയാത്തതായിരുന്നു. അതൊക്കെ കഴിഞ്ഞില്ലേ? റൊക്സാന ചോദിച്ചു. ആ കാലത്തോടൊപ്പം ആ ഓർമ്മകളും ഉപേക്ഷിക്കണം. പറയാൻ എളുപ്പം, അലക്സാണ്ടർ പറഞ്ഞു. എൻ്റെ മനസ്സിലെ മുറിവുകൾ ഉണങ്ങുന്നേയില്ല. എന്നാലും അമ്മയുടെ സ്നേഹം കാവലുണ്ടായിരുന്നല്ലോ, റൊക്സാന ചോദിച്ചു. ഒരു മകനെ സംബന്ധിച്ച് അത് വലിയ തണലായിരുന്നില്ലേ? അതെ, അതൊരനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ എന്തു പക്ഷേ? മകളുടെ വിവാഹ വിരുന്നിനിടയിൽ എൻ്റെ പിതാവ് കൊല്ലപ്പെട്ടപ്പോൾ എൻ്റെ അമ്മ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ നിസ്സംഗതയോടെ ഇരുന്നു. അമ്മയുടെ ആ ഇരിപ്പ് എന്നെ ഞെട്ടിച്ചു. പിന്നെ കേട്ടത് എന്താണെന്നോ? പിതാവിൻ്റെ കൊലയ്ക്ക് പിന്നിൽ അമ്മയുടെ ഗൂഢാലോചനയുണ്ടെന്ന്. അറിയാതെ റൊക്സാന നടുങ്ങിപ്പോയി. നെറ്റിക്ക് മുകളിൽ കൈ വിടർത്തി വെച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അലക്സാണ്ടർ ഗാഢമായ മൗനത്തിൻ്റെ ആഴങ്ങളിലേക്ക് താണുപോയി. കൊട്ടാരത്തിൽ സന്ദർശകരുടെ തിരക്കുകൊണ്ട് ചിലപ്പോൾ സഹികെടുന്നതുപോലെ റൊക്സാനയ്ക്ക് തോന്നും. ചക്രവർത്തിയുടെ രോഗവിവരം അന്വേഷിച്ച് രാജകാര്യങ്ങളിൽ തീരുമാനമെടുക്കാനും വരുന്നവരെ തടയാനൊക്കുമോ? താഴെ കൊട്ടാരം ജോലിക്കാരെ കാണാൻ പറഞ്ഞാൽ അവർ പോകില്ല. ചക്രവർത്തിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവർക്കൊക്കെ ഉത്കണ്ഠയുണ്ട്. പുറത്തു കേൾക്കുന്ന കഥകളിൽ ചക്രവർത്തിക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നെന്ന ഭീതിയാണ് നിറയെ. അതിനിടയിൽ ചക്രവർത്തി തിരുമേനി നീണാൾ വാഴട്ടെ എന്നാശംസിച്ചുകൊണ്ട് തെരുവിലെ പാട്ടുകാരൻ ഷിറാസ് വന്നു. ഒഴിവാക്കാൻ നോക്കിയിട്ട് അയാൾ വഴങ്ങുന്നില്ല. അടിയനൊന്നു കണ്ടാ മതി എന്നു പറഞ്ഞാണ് അയാളുടെ നിൽപ്പ്. ചക്രവർത്തിയെ ദൈവത്തിന് തുല്യം സ്നേഹിക്കുന്ന ഷിറാസിനെ ഒടുവിൽ അകത്തേക്ക് വിട്ടു. അധിക നേരം നിൽക്കാതെ പെട്ടെന്നു തന്നെ തിരിച്ചു പോരണമെന്ന് ദ്വാരപാലകൻ പ്രത്യേകം പറഞ്ഞിരുന്നു. അടുത്തു ചെന്ന് ശിരസ് കുനിച്ച് ഷിറാസ് ആദരം പ്രകടിപ്പിച്ചു. ചക്രവർത്തി തിരുമനസ് നീണാൾ വാഴട്ടെ. ഒന്നിനുമേൽ മറ്റൊന്നെന്ന നിലയിൽ അടുക്കി വെച്ച് തലയിണയിന്മേൽ ചാലിയിരുന്ന ചക്രവർത്തി കൈ ഉയർത്തി ഷിറാസിൻ്റെ അഭിവാദ്യം സ്വീകരിച്ചു. ഇടയ്ക്കൊക്കെ ഈ ജനാലയ്ക്കൽ നിന്ന് രാജവീതിക്കരികിൽ എവിടെയോ ഇരുന്നു പാടുന്ന ഷിറാസിൻ്റെ പാട്ട് ഞാൻ കേൾക്കാറുണ്ട്. അടിയന് സന്തോഷമായി, ഷിറാസ് പറഞ്ഞു. ചക്രവർത്തി തിരുമനസിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഷിറാസിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും, അലക്സാണ്ടർ പറഞ്ഞു. ഷിറാസിനെ അനുഗ്രഹിച്ച ദൈവം ഷിറാസിൻ്റെ പ്രാർത്ഥന കേൾക്കാതെ വരുമോ? ചക്രവർത്തി തിരുമനസിന് എന്തോ അസുഖമാണെന്ന് കേട്ട് അന്വേഷിക്കാൻ വന്നതാണ് അടിയൻ. സാരമില്ല, അലക്സാണ്ടർ പറഞ്ഞു. മരുന്നുകൾ കഴിക്കുന്നുണ്ട്. കൊട്ടാരം വൈദ്യന്മാർ സദാ നോക്കുന്നുണ്ട്. തിരുമനസേ, അടിയൻ്റെ ഒച്ച പതറി തുടങ്ങി. ഷിറാസ് പറഞ്ഞു. എൻ്റെ മരണം അടുത്തെന്നാ തോന്നുന്നേ. ഒരാഗ്രഹമേ എനിക്കുള്ളൂ, പാടിക്കൊണ്ടിരിക്കുമ്പോൾ മരിക്കണമെന്ന്. പുണ്യം ചെയ്തവർക്കേ അങ്ങനെ തോന്നൂ. അസ്തമയത്തിൻ്റെ കുങ്കുമ നിറം മങ്ങി ആകാശം ഇരുളുന്ന ഒരു സന്ധ്യ, ഷിറാസ് പറഞ്ഞു. ആ സന്ധ്യ എന്നെ മരണം ഓർമ്മിപ്പിക്കും. ഷിറാസിൻ്റെ ഉള്ളിൽ ഒരു കവിയുണ്ടല്ലോ, അലക്സാണ്ടർ ചോദിച്ചു. പകൽ ചായുന്ന ആകാശം, വിജനമായ വഴി, പൂർവ്വപുണ്യങ്ങളുടെ കൂടാരം പോലെ തോന്നിപ്പിക്കുന്ന മരങ്ങൾ, കടൽ, കാലം. മുൻപൊക്കെ ഞാൻ കവിതകൾ എഴുതിയിരുന്നു, ഷിറാസ് പറഞ്ഞു. കവി, പാട്ടുകാരൻ, ഭിക്ഷാം ദേഹി. എൻ്റെ ജീവിതം എനിക്കിഷ്ടപ്പെട്ടു. ഈശ്വരന് സ്തുതി. പറയാൻ പ്രയാസമുണ്ട്. തെരുവിലെ പാട്ടുകാരൻ ഷിറാസിനോട് അലക്സാണ്ടർ ചക്രവർത്തിക്ക് അസൂയ തോന്നുന്നു. ഒരു കൊട്ടാരം സേവകൻ വന്ന് അലക്സാണ്ടറുടെ മുൻപിൽ ശിരസ് കുനിച്ച് അഭിവാദ്യം ചെയ്തു. അടിയൻ വിട ചോദിക്കുന്നു.
ഷിറാസ് ശിരസ് കുനിച്ച് ചക്രവർത്തിയെ വന്ദിച്ചു. ഇന്നു രാത്രി നീളെ വഴിവക്കിലെ മരച്ചുവട്ടിലിരുന്ന് ഞാൻ എനിക്കിഷ്ടപ്പെട്ട പാട്ടുകൾ പാടും. ചക്രവർത്തി തിരുമനസ്സിന് കേൾക്കാൻ തൊഴുതു കുനിഞ്ഞ് ചക്രവർത്തിയെ ആദരിച്ച് ഷിറാസ് പുറംവാതിൽ കടന്നുപോയി. സ്നേഹിതൻ മേദിയസ് ലാറിസയുടെ വിരുന്ന്. ബാബിലോണിയൻ രാജകൊട്ടാരത്തിനോട് ചേർന്നുള്ള വിശാലമായ നൃത്തമണ്ഡപത്തിൽ വെച്ച് സേനാപതികളും കൊട്ടാരം ജോലിക്കാരും പൗരപ്രമുഖരും ക്ഷണിക്കപ്പെട്ട അതിഥികളും ഒക്കെയുണ്ട്. തെളിഞ്ഞു കത്തുന്ന അലങ്കാര വിളക്കുകളുടെ സുവർണ പ്രകാശത്തിൽ നൃത്തമണ്ഡപത്തിൽ സ്വപ്നസുന്ദരികളുടെ മദാലസ നൃത്തം, അനുഗ്രഹീതരായ പാട്ടുകാരുടെ ഹൃദയസംഗീതം, വാദ്യസംഗീതത്തിൻ്റെ ഉന്മാദലഹരി. അതിഥികളുടെ പാനപാത്രങ്ങൾ നിറഞ്ഞു തുളുമ്പി. ഇടയ്ക്ക് മദ്യലഹരിയിൽ ഓരോരുത്തർ അവരുടെ ആഹ്ലാദം വിളിച്ചുകൂവി. സദസ്സിൽ ചക്രവർത്തി ഉണ്ടെന്നോർക്കാതെ. എവിടെ ആ വീഞ്ഞു വിളമ്പുന്ന ചങ്ങാതി? അയാളെ ആരെങ്കിലും ഇങ്ങോട്ട് തള്ളിവിട്. എനിക്കൊരു സംശയം. മുന്തിരിക്കുള്ളിൽ ലഹരി വെച്ചതാരാണ്? ഒരിടത്ത് മേശയും പാത്രങ്ങളും മറിഞ്ഞു വീണു. ആരാ മേശ മറിച്ചിട്ടേ നോക്കൂ. പളുങ്കുപാത്രങ്ങൾ പല കഷ്ണങ്ങളായി. ഹാ, വീഞ്ഞു കളയാതെ പാനപാത്രം നേരെ പിടിക്ക് ചങ്ങാതി. എൻ്റെ പാനപാത്രം ഒന്ന് നിറച്ചു തരൂ. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ദീർഘായുസിനു വേണ്ടി ഞാൻ ഒരു പാത്രം കൂടി കുടിക്കട്ടെ. അതിനിടയ്ക്ക് ആരോ ചെന്ന് അലക്സാണ്ടറുടെ മുൻപിൽ ശിരസ്സു കുനിച്ചു. ചക്രവർത്തി തിരുമനസ് കുടിച്ചത് പോരേ, കണ്ടിട്ട് പരിധി കഴിഞ്ഞെന്ന് തോന്നുന്നു. അലക്സാണ്ടർ മുഖമുയർത്തി അയാളെ നോക്കി. അപ്പോൾ മറ്റാരോ ചോദിച്ചു, ആരത്? മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി കുടിച്ചതിൻ്റെ കണക്ക് വയ്ക്കാൻ മുതിർന്നതാര്? ആരാണെങ്കിലും അയാളെ ഉടാൻ നാടുകടത്തണം. ചക്രവർത്തി ഇനിയും കുടിക്കും. ഇന്നാദ്യമായിട്ടാണോ ചക്രവർത്തി മദ്യം കുടിക്കുന്നത്? ആരൊക്കെയോ ചേർന്ന് ചക്രവർത്തിക്ക് ജയ് വിളിച്ചു. നിങ്ങളും കണ്ടതല്ലേ ചക്രവർത്തി വേച്ചു വീഴാൻ പോയത്? ആരോ ഒരാൾ ചോദിച്ചു. ഇങ്ങനെ കുടിപ്പിക്കുന്നത് മഹാപാപമാണ്. അതിനിടയ്ക്ക് പാനപാത്രങ്ങൾ വീണുടയുന്നതിൻ്റെ ഒച്ച കേട്ടു. ആരോ ഒരാൾ എഴുന്നേറ്റു ചെന്ന് ചക്രവർത്തിക്ക് ഒരു സ്വർണ്ണപാത്രം നിറയെ മദ്യം നീട്ടി. വിറയ്ക്കുന്ന കൈകളിൽ അലക്സാണ്ടർ ആ സ്വർണ്ണപാത്രം വാങ്ങി ഒറ്റ ശ്വാസത്തിന് കുടിച്ചു തീർത്തു. ആളുകൾ നോക്കിയിരിക്കെ ചക്രവർത്തിയുടെ കയ്യിൽ നിന്ന് സ്വർണ്ണപാത്രം താഴെ വീണു. ചക്രവർത്തിയുടെ ശിരസ് ഇടതുവശത്തേക്കു ചാഞ്ഞു. നിമിഷാർദ്ധത്തിനുള്ളിൽ നൃത്തമണ്ഡപം നിശബ്ദമായി. ആ നിശബ്ദതയിലേക്ക് നോക്കി അലക്സാണ്ടർ വിളിച്ചു, റൊക്സാന. റൊക്സാന ഓടിച്ചെന്ന് അലക്സാണ്ടറുടെ അരികിലിരുന്നു. എന്താ സംഭവിച്ചേ? വല്ലാത്ത വിഹ്വലതയോടെ വീണ്ടും അലക്സാണ്ടർ പറഞ്ഞു. ഒരു സ്വപ്നം. മേദിയസ് ലാറിസയുടെ വിരുന്ന്. അന്നത്തെ എൻ്റെ വീഴ്ച. സ്വപ്നത്തിൻ്റെ അർത്ഥം എന്താണ്? പണ്ടാണെങ്കിൽ ബാബിലോണിയയിൽ സ്വപ്നം വ്യാഖ്യാനിക്കാൻ ദാനിയേൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരാളില്ല. എങ്ങനെ വീഴാതിരിക്കും? റൊക്സാന മുഖം കറുപ്പിച്ചു. കുടിക്കാൻ തുടങ്ങിയാൽ പിന്നെ മുതല കയത്തിലിറങ്ങിയതുപോലെയല്ലേ? സ്തുതിപാഠകരുണ്ടല്ലോ ഇഷ്ടം പോലെ. പളുങ്കുപാത്രത്തിൽ നിറച്ചു തരുന്നത് എന്തൊക്കെയാണെന്ന് ആർക്കറിയാം? ചക്രവർത്തി കാണാതിരിക്കാൻ റൊക്സാന മുഖം കുനിച്ച് വിങ്ങിപ്പൊട്ടൽ കടിച്ചമർത്തി. സന്ധ്യ ചായുന്ന നേരം. പ്രധാന പരിചാരിക പഴങ്ങളും പഴച്ചാറുകളും മരുന്നുകളുമായി വന്ന് റൊക്സാനയുടെ മുൻപിൽ തലകുനിച്ചു. തിരിച്ചു പോകാൻ തുടങ്ങുന്ന പരിചാരികയോട് റൊക്സാന പറഞ്ഞു, ഇന്നിനി സന്ദർശകർ ആരെയും അകത്തേക്ക് കടത്തിവിടണ്ടെന്ന് ദ്വാരപാലകനോട് പറയുക. ചക്രവർത്തിക്ക് വിശ്രമം വേണം. വീണ്ടും തലകുനിച്ച് ആദരം കാണിച്ചതിനു ശേഷം പ്രധാന പരിചാരിക തിരികെ പോയി. രാജവീതിയിലെ തണൽ മരത്തിൻ്റെ ചില്ലകൾക്കിടയിലൂടെ പടിഞ്ഞാറ് ആകാശത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന സായാഹ്ന സൂര്യനെ നോക്കിയിരിക്കുമ്പോൾ റൊക്സാനയുടെ മനസ്സ് ഒരു സ്വപ്ന സഞ്ചാരത്തിന് ഇറങ്ങി. കുറ്റൻ പാറക്കെട്ടുകൾക്കു താഴെ കിടന്നലയ്ക്കുന്ന കടൽ. ഭാഗത്ത് അകലങ്ങളിലേക്കു നീണ്ടുകിടക്കുന്ന കടൽ തീരം. വീഴാതെ കൈപിടിച്ച് പാറക്കെട്ടുകളിൽ നിന്ന് ഇറക്കി തീരത്തു നിർത്തിയിരുന്ന കുതിരപ്പുറത്ത് കയറ്റിയിരുത്തി കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ച് നനഞ്ഞ തീരത്തൂടെ അദ്ദേഹം ഒപ്പം നടക്കുന്നു. കടലിൻ്റെ സംഗീതം കേട്ടുകൊണ്ട് മടക്കുമടക്കായി കിടക്കുന്ന ഗിരിനിരകളുടെ താഴ്വരയിലൂടെ പൂത്തുകുടം ചൊരിഞ്ഞ കാടുകളുടെയും കുലയുന്ന വൃക്ഷങ്ങളുടെയും പച്ചപ്പും സുഗന്ധവും ആസ്വദിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ച് മുകളിലെ നീലിച്ച ആകാശത്തിൻ്റെ ചുവട്ടിലൂടെ ദൂരെ എവിടെയോ കാണാമറയത്തിരുന്ന് പാടുന്ന കിളിയുടെ പാട്ടുകേട്ടുകൊണ്ട്
അരണ്ട നിലാവിൽ അനന്തമായ മരുഭൂമിയിലൂടെ അദ്ദേഹത്തോടൊന്നിച്ച് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏതോ ഒരിടത്തേക്ക്, ഭൂമിയിൽ യുദ്ധവും കൊലയും വിലാപവുമില്ലാത്ത ഒരിടം. എവിടെ? എത്ര അകലെ? പാതി മയക്കത്തിൽ നിന്ന് എന്തോ ശബ്ദം കേട്ടാണ് റൊക്സാന ഞെട്ടിയുണർന്നത്. നോക്കുമ്പോൾ ഒരു കൈ മെത്തയിൽ കുത്തി മറുകൈ കൊണ്ട് അലക്സാണ്ടർ നെഞ്ചു തടവുകയാണ്. ശ്വാസം കിട്ടാത്തതിൻ്റെ കിതപ്പുണ്ട്. റൊക്സാന പരിഭ്രമത്തോടെ അടുത്തു ചെന്നിരുന്നു. പുറത്തും നെഞ്ചിലും തടവി. എന്താ പറ്റിയേ? അലക്സാണ്ടർക്ക് മിണ്ടാൻ കഴിയുന്നില്ല. അടിവയറ്റിൽ നിന്ന് പൊങ്ങി വരുന്ന ഓക്കാനം ശ്വാസം മുട്ടലുണ്ടാക്കുന്നു. അലക്സാണ്ടറുടെ അരികിലിരുന്ന് റൊക്സാന പുറത്തേക്ക് വിളിച്ചു. ആരവിടെ? നിമിഷങ്ങൾക്കുള്ളിൽ കൊട്ടാരം സേവകരെത്തി. വേഗം കൊട്ടാരം വൈദ്യന്മാരെ വിളിക്കുക, റൊക്സാന പറഞ്ഞു. ചക്രവർത്തിക്ക് ശ്വാസമെടുക്കാൻ കഴിയുന്നില്ല. നിമിഷങ്ങൾക്കുള്ളിൽ കൊട്ടാരം മുഴുവൻ ചക്രവർത്തിയുടെ സ്ഥിതി ആശങ്കാജനകമാണെന്നുള്ള വാർത്ത പരന്നു. കൊട്ടാരം വൈദ്യന്മാർ വന്ന് ചക്രവർത്തിയെ മാറി മാറി പരിശോധിച്ചു. അവരും നിസ്സഹായരായി അന്യോന്യം നോക്കി. പുറത്തു കാത്തു നിന്നിരുന്ന സേനാപതികൾക്കും ക്ഷമ കെട്ടു. വാതിൽക്കൽ നിന്ന് ടോളമി ചോദിച്ചു, നിങ്ങൾ എന്താണ് മൗനം ദീക്ഷിക്കുന്നത്? ചക്രവർത്തിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ ഉത്കണ്ഠയുണ്ട്. പ്രധാന വൈദ്യൻ തൊഴുകയോടെ പറഞ്ഞു. ചക്രവർത്തിയുടെ കാര്യത്തിൽ ഞങ്ങൾക്കും ഉത്കണ്ഠയുണ്ട്. കടുത്ത പനിയും ശ്വാസമുട്ടലും മാത്രമേ പുറമേ കാണുന്നുള്ളൂ. പക്ഷെ അതുമാത്രമാണോ എന്ന് സന്ദേഹമുണ്ട്. ഏതോ അജ്ഞാത രോഗമെന്നാണ് ഞങ്ങൾ ഊഹിക്കുന്നത്. അർദ്ധരാത്രി ചക്രവർത്തി രക്തം ഛർദ്ദിച്ചു. പിന്നെ അതിൻ്റെ ക്ഷീണത്തിൽ ഉറങ്ങി. പ്രധാന പരിചാരിക റൊക്സാനയെ ആശ്വസിപ്പിച്ചു. മഹാറാണി, വിഷമിക്കാതെ. ചക്രവർത്തിക്ക് വേണ്ടി ബാബിലോണിയ മുഴുവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാതലും മരുന്നും കഴിച്ചിരിക്കുമ്പോൾ അലക്സാണ്ടർ ചോദിച്ചു, ഇന്ന് തീയതി ഏതാണ്? ഉള്ളിൽ അടക്കിയ കുസൃതിയോടെ റൊക്സാന ചോദിച്ചു. ഇപ്പോഴെന്തിനാ കാലവും തീയതിയുമൊക്കെ അന്വേഷിക്കുന്നേ? പിന്നെ അന്വേഷിക്കാതെ, അലക്സാണ്ടർ ചോദിച്ചു. കാലത്തിനകത്തു കിടന്നല്ലേ നമ്മൾ ചുറ്റിച്ചിട്ടിരിയുന്നേ? റൊക്സാന ഓർമ്മിച്ചു പറഞ്ഞു. ഇന്ന് BC 323 ജൂൺ 9. ഒരു നിമിഷം എന്തോ ഓർത്തിരുന്ന ശേഷം അലക്സാണ്ടർ സ്വയം ചോദിച്ചു, ഇനി എനിക്ക് ഭൂമിയിൽ എത്ര ദിവസം ബാക്കി? റൊക്സാന ശുണ്ടിയെടുത്തു. എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടുന്നേ. ഭൂമിയിൽ 1000 ദിവസങ്ങൾ ബാക്കിയുണ്ട്. നാളെയോ മറ്റന്നാളോ കാലം അവസാനിക്കാൻ പോകുന്നില്ല. മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടിയതിനു ശേഷം അരികിൽ നിന്നിരുന്ന കൊട്ടാരം സേവകരോട് അലക്സാണ്ടർ കൽപ്പിച്ചു, നാളെ രാവിലെ 10 മണിക്ക് സേനാധിപന്മാരോട് രാജസഭയിൽ എത്താൻ പറയണം. കൊട്ടാരം സേവകൻ ഉത്തരവ് എന്നു പറഞ്ഞ് തല കുനിച്ചുപോയി. ഇത്ര അടിയന്തിരമായി നാളെ സേനാപതികളെ വിളിച്ചുകൂട്ടാൻ എന്താണ് കാരണം? റൊക്സാന ചോദിച്ചു. ഏതെങ്കിലും യുദ്ധത്തിന് പുറപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ടോ? വിദൂരതയിലേക്ക് നോക്കിയിരുന്ന ആരോടെന്നില്ലാതെ അലക്സാണ്ടർ പറഞ്ഞു, ഇല്ല റൊക്സാന, എൻ്റെ യുദ്ധങ്ങൾ അവസാനിച്ചു. നാളെ രാജസഭ മുൻപാകെ ഞാൻ എൻ്റെ ഉടവാൾ വയ്ക്കും. റൊക്സാന നടുങ്ങിപ്പോയി. ചക്രവർത്തി എന്താണ് പറയുന്നത്? 20ാമത്തെ വയസ്സിൽ കയ്യിലെടുത്ത ഉടവാൾ, ഒലിവിലകളുടെ ആകൃതിയിൽ സ്വർണം കൊണ്ടുണ്ടാക്കിയ രാജകിരീടം, പവിഴം പതിപ്പിച്ച മോതിരം, ഇയോണിയൻ സമുദ്രം മുതൽ ജലം നദിയുടെ മറുകര വരെ നീണ്ട പടയോട്ടങ്ങൾ. BC 323 ജൂൺ 10. സേനാപതികൾ കാത്തിരിക്കുന്ന രാജസഭയിലേക്ക് ഒരു രാജസേവകന്റെ തോളിൽ കൈയിട്ട് അലക്സാണ്ടർ ചക്രവർത്തി കടന്നു ചെന്നു. സേനാപതികൾ എഴുന്നേറ്റ് തലകുനിച്ച് അലക്സാണ്ടർ ചക്രവർത്തി നീണാൾ വാഴട്ടെ എന്ന് ആശംസിച്ച് ചക്രവർത്തിയെ നോക്കി നിന്നു. ചക്രവർത്തി സിംഹാസനത്തിൽ ഇരുന്നതിനു ശേഷം സേനാപതികൾ ഇരുന്നു. ചക്രവർത്തിയുടെ ക്ഷീണവും തളർച്ചയും പ്രകടമായിരിക്കുന്നു. എന്തിനായിരിക്കും ഈ അവസ്ഥയിൽ തങ്ങളെ വിളിച്ചു വരുത്തിയതെന്നായിരുന്നു അവരുടെ ആലോചന. എന്താണ് ചക്രവർത്തി തിരുവായി മൊഴിയാൻ പോകുന്നത്? ഒടുവിൽ നിങ്ങളെ ഒന്നിച്ചു കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, തളർന്ന ശബ്ദത്തിൽ അലക്സാണ്ടർ പറഞ്ഞു. എനിക്ക് ചിലത് പറയാനുണ്ട് നിങ്ങളോട്. അല്ലെങ്കിലും ഞങ്ങൾ വരാനിരിക്കുകയായിരുന്നു ചക്രവർത്തി തിരുമനസിനെ മുഖം കാണിക്കാൻ, സെലൂക്കസ് പറഞ്ഞു. ഇത് ഇങ്ങനെ ഒരവസരം. എനിക്ക് നിങ്ങൾ സേനാപതികൾ എന്ന പോലെ ആത്മമിത്രങ്ങളുമായിരുന്നു, അലക്സാണ്ടർ പറഞ്ഞു. എൻ്റെ ജീവൻ നിങ്ങളുടെ കയ്യിൽ തന്നിട്ട ആ പടകുടീരങ്ങളിൽ ഞാൻ ഉറങ്ങിയിരുന്നത്. ദുരിതങ്ങളും വിജയങ്ങളും നമ്മൾ ഒന്നിച്ചു പങ്കിട്ടു, കസാൻഡർ പറഞ്ഞു. ഞങ്ങൾ ഭാഗ്യശാലികൾ. ലോകം കണ്ട ചക്രവർത്തിമാരിൽ ഏറ്റവും മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയോട് ഒന്നിച്ച് ഞങ്ങൾ ജീവിച്ചു, ടോളമി പറഞ്ഞു. ചരിത്രത്തിന് ഓർക്കാൻ ഒരു സുവർണകാലം.
ടോളമി പറഞ്ഞതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. അലക്സാണ്ടർ പറഞ്ഞു, അത് ചരിത്രമാവുകയാണ്. എന്ന് വെച്ചാൽ അലക്സാണ്ടർ ചക്രവർത്തിയും അയാളുടെ കാലവും ഇനി ഓർമ്മകളിൽ അവശേഷിക്കാൻ പോകുന്നു എന്ന്. തിരുമനസിൻ്റെ വാക്കുകൾക്ക് വേറെ ഏതോ ധ്വനി ഉള്ളതുപോലെ തോന്നുന്നുണ്ട്, ലിസിമാക്കസ് പറഞ്ഞു. തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. തെറ്റല്ല ലിസിമാക്കസ്, അലക്സാണ്ടർ പറഞ്ഞു. അലക്സാണ്ടറുടെ കാലം കഴിഞ്ഞു. അപ്പോൾ എൻ്റെ കാതുകളിൽ വന്നലയ്ക്കുന്നത് അലക്സാണ്ടറുടെ കാലം കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെ കാതുകളിൽ വന്നലയ്ക്കുന്നത് മരണത്തിൻ്റെ കാലൊച്ചകളാണ്. ഞാൻ ചക്രവർത്തി തിരുമനസിനെ വിമർശിച്ചിട്ടുണ്ട്, ടോളമി പറഞ്ഞു. പക്ഷേ ഇപ്പോൾ തിരുമനസ് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ സങ്കടവുമുണ്ട്. അതൊക്കെ കഴിഞ്ഞു. ഇടയ്ക്ക് വിക്കലോടും ശ്വാസമുട്ടലോടും കൂടി അലക്സാണ്ടർ പറഞ്ഞു, സത്യത്തെ അതിൻ്റെ നഗ്നതയിൽ കാണുന്നതാണ് നല്ലത്. ഞാൻ എൻ്റെ കാലത്തിൻ്റെ വക്കിലാണ് നിൽക്കുന്നത്. കൈ നീട്ടിയാൽ എനിക്ക് തൊടാം എൻ്റെ മരണത്തിൻ്റെ ഇരുട്ടിനെ, അതിൻ്റെ തണുപ്പിനെ, അതിൻ്റെ ശൂന്യതയെ. ചുമയ്ക്കും ശ്വാസമുട്ടലിനുമിടയിൽ അലക്സാണ്ടറുടെ വാക്കുകൾ മുറിഞ്ഞു. എന്തു ചെയ്യണമെന്നറിയാതെ സേനാപതികൾ ഭ്രമിച്ചു. ആൻറ്റിഗോണസ് ചോദിച്ചു, മഹാറാണിയെ വിളിക്കട്ടെ, അല്ലെങ്കിൽ കൊട്ടാരം വൈദ്യനെ? വിഷമിച്ച് ശ്വാസമെടുക്കുന്നതിനിടയിൽ അത് വേണ്ടെന്ന് അലക്സാണ്ടർ കൈയെടുത്തു വിലക്കി. ഞങ്ങൾക്കിത് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല, കസാൻഡർ പറഞ്ഞു. രാജ്യം മുഴുവൻ ആധുനിക കാലത്തെ പ്രൊമ്യൂത്തസ് എന്നും ഫറവോ എന്നും പ്രശംസിച്ച ഞങ്ങളുടെ മഹാനായ ചക്രവർത്തി. പ്രജകളും ശത്രുക്കളും പേടിക്കും ചക്രവർത്തിയെ. ശ്വാസമുട്ടലിനിടയിൽ അടഞ്ഞ ശബ്ദത്തിൽ അലക്സാണ്ടർ പറഞ്ഞു, മരണം ഒരു ചക്രവർത്തിയെയും പേടിക്കില്ല. കാലം നിസ്സംഗതയോടെ സാക്ഷി നിൽക്കും. എൻ്റെ ആചാര്യന്മാർ എന്നെ പഠിപ്പിച്ചിരുന്നു, മനുഷ്യൻ അത്രക്കേ ഉള്ളൂവെന്ന്. നാട്ടുകാരുടെ ദൗർഭാഗ്യത്തിന് സിംഹാസനത്തിലെത്തുന്ന ഗർവിഷ്ഠന് അതു മനസ്സിലാവില്ല. സേനാപതികൾ വിസ്മയത്തോടെ അന്യോന്യം നോക്കി. ഇപ്പോൾ സിംഹാസനത്തിലിരിക്കുന്നത് ചക്രവർത്തിയോ വേദാന്തിയോ? ഞങ്ങളുടെ ചക്രവർത്തിക്ക് എന്തോ മനംമാറ്റമുണ്ടായതുപോലെ തോന്നുന്നു, ആൻറ്റിഗോണസ് പറഞ്ഞു. ഞങ്ങൾക്കതിൻ്റെ രഹസ്യം മനസ്സിലാകുന്നില്ല. ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് ഒരു പ്രധാന കാര്യം പറയാനാണ്, ദീർഘനിശ്വാസത്തിനു ശേഷം അലക്സാണ്ടർ പറഞ്ഞു. ഏജിയൻ സമുദ്രം മുതൽ ജലം നദിയുടെ മറുകര വരെ വ്യാപിച്ചു കിടക്കുന്ന അലക്സാണ്ടറുടെ സാമ്രാജ്യം ഇനി ആര് ഭരിക്കും? ആരും മിണ്ടുന്നില്ല. അങ്ങനെ ഒരു ചോദ്യം അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. ആരും മിണ്ടാത്തതിൻ്റെ രഹസ്യവും എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വരാൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു രാജ്യം 5ആയി വീതിക്കുകയാണ് നല്ലതെന്ന്. ടോളമി ചോദിച്ചു, ഇപ്പോൾ അതിൻ്റെ ആവശ്യമെന്ത്? എനിക്ക് തോന്നി ഇതാണ് അതിനുള്ള സമയമെന്ന്, അലക്സാണ്ടർ പറഞ്ഞു. ഞാൻ തീരുമാനിച്ചു. മാസിഡോണിയ കസാൻഡർക്ക്, ത്രേസ് ലിസിമാക്കസിന്, മെസ്സപ്പൊട്ടോമിയ സെല്യൂക്കസിന്, ലെവന്തും ഈജിപ്തും ടോളമിക്ക്, ഏഷ്യ മൈനറും സിറിയയും ആൻറ്റിഗോണസിന്. ആൻറ്റിഗോണസ് ചോദിച്ചു, എന്തിനാണിപ്പോൾ രാജ്യം വീതം വയ്ക്കുന്നത്? ഞങ്ങളുടെ മഹാനായ ചക്രവർത്തി ഉള്ളപ്പോൾ? ചക്രവർത്തി എന്നും ഉണ്ടാവില്ല, അലക്സാണ്ടർ. പക്ഷേ രാജ്യം എനിക്കറിയാം. നിങ്ങളെ ഇപ്പോൾ ചക്രവർത്തി എന്നും ഉണ്ടാവില്ല, അലക്സാണ്ടർ പറഞ്ഞു. പക്ഷേ രാജ്യം എനിക്കറിയാം. നിങ്ങളെ ഇപ്പോൾ ഇത് ചെയ്യണം, നിങ്ങൾ അന്യോന്യം കലഹിച്ചു പിരിയാതിരിക്കാൻ. ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ അനുയോജ്യമായ സമയമാണോ ഇത്? കസാൻഡർ പറഞ്ഞു. ചക്രവർത്തിക്ക് ചുമയും ശ്വാസം മുട്ടലും കൂടി വരുന്നു, കടുത്ത പനിയുമുണ്ട്. ചക്രവർത്തിക്ക് വിശ്രമമാണിപ്പോൾ ആവശ്യം, ലിസിമാക്കസ് പറഞ്ഞു. വേഗം കൊട്ടാരം വൈദ്യനെ വിളിപ്പിക്ക്. അത് വേണ്ടെന്ന് അലക്സാണ്ടർ വീണ്ടും ആംഗ്യം കാണിച്ചു. ഞാൻ ഒരപരാഹ്നം കാണുന്നു, അലക്സാണ്ടർ തളർന്ന ശബ്ദത്തിൽ പറഞ്ഞു. പടിഞ്ഞാറ് ഒരു പകൽ ചായുന്നു. ഇനി ഇരുട്ടിറങ്ങി വരും ആകാശത്തു നിന്ന്. ഏയ്, നേരം അത്രയ്ക്കൊന്നും ആയിട്ടില്ല, സെലൂക്കസ് പറഞ്ഞു. ചക്രവർത്തി തിരുമനസ്സിന് വെറുതെ തോന്നുന്നതാണ്. എൻ്റെ ഹൃദയത്തിനുമേൽ മരണം കൈവയ്ക്കുകയാണെന്ന് തോന്നുന്നു. സേനാപതികളെ മാറി മാറി നോക്കി അലക്സാണ്ടർ ആരോടെന്നില്ലാതെ ചോദിച്ചു. നാളെ ഈ ഭൂമിയിൽ അലക്സാണ്ടർ ഉണ്ടാവുമോ? സങ്കടം ഒതുക്കിക്കൊണ്ട് ആൻറ്റിഗോണസ് പറഞ്ഞു. തിരുമനസ്സേ, അരുത്, അങ്ങനെയൊന്നും പറയരുത്. സേനാപതികളെ നോക്കി അലക്സാണ്ടർ പറഞ്ഞു. എനിക്കൊരു ആഗ്രഹമുണ്ട്. എൻ്റെ ജഡം അലക്സാണ്ട്രിയയിൽ വേണം സംസ്കരിക്കാൻ. എൻ്റെ ശ്മശാനത്തിൽ
എനിക്ക് ഒരാഗ്രഹമുണ്ട്. എൻ്റെ ജഡം അലക്സാണ്ട്രിയയിൽ വേണം സംസ്കരിക്കാൻ. എന്നെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ എൻ്റെ കൈകൾ രണ്ടും ശവപ്പെട്ടിയുടെ പുറത്തേക്കിടണം. ലോകം എൻ്റെ ശൂന്യമായ കൈകൾ കാണണം. അങ്ങനെ അല്ലാതെ ഞാൻ എങ്ങനെ ലോകത്തോട് പറയും ഞാൻ ഒന്നും കൊണ്ടുപോകുന്നില്ലെന്ന്? നിശബ്ദത കൊണ്ട് രാജസഭാതലം നിറഞ്ഞു. രാജസേവകന്റെ നേരെ നോക്കി അലക്സാണ്ടർ പറഞ്ഞു, എനിക്ക് റൊക്സാനയെ കാണണം. നിമിഷങ്ങൾക്കുള്ളിൽ റൊക്സാന ഓടിയെത്തി. ചക്രവർത്തിയുടെ മുഖത്തേക്ക് നോക്കി അലമുറയിട്ടു, എൻ്റെ ദൈവമേ, എൻ്റെ ചക്രവർത്തിക്ക് എന്താണ് സംഭവിക്കുന്നത്? റൊക്സാനയെ തഴുകിക്കൊണ്ട് അലക്സാണ്ടർ പറഞ്ഞു, ഈ നിമിഷങ്ങളിൽ എൻ്റെ അരികിൽ റൊക്സാനയും വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. റൊക്സാന, നമ്മൾ വേർപിരിയുകയാണ്. റൊക്സാനയുടെ മേൽ ചാരിഞ്ഞിരുന്ന് അലക്സാണ്ടർ ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു, ലോകത്തോട് പറയാൻ ഇത്രയും ബാക്കിയുണ്ട്. യുദ്ധം മനുഷ്യവർഗത്തിനു നേരെയുള്ള കുറ്റമാണ്, പാപമാണ്, അധികാരം ദുരന്തമാണ്. ഞാൻ അതറിയാൻ വൈകി. എൻ്റെ ദൈവമേ എന്നു നിലവിളിച്ചുകൊണ്ട് റൊക്സാന ചക്രവർത്തിയെ തൻ്റെ ഹൃദയത്തോടു ചേർത്തു കെട്ടിപ്പുണർന്നു. പുറത്ത് ബാബിലോണിയയുടെ ആകാശം സായാഹ്നത്തിൻ്റെ പാടലവർണ്ണം മാഞ്ഞിരുളാൻ തുടങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ കറുത്ത മേഘങ്ങൾ കൊണ്ട് ആകാശം മൂടി. വിദൂരതയിലേക്കു നോക്കി അലക്സാണ്ടർ പറഞ്ഞു, ഇത് എൻ്റെ നിമിഷം. ചെവിയോർക്ക്. ദിഗന്ധങ്ങളിൽ ഒരു കുതിരയുടെ കുളമ്പടികൾ കേൾക്കുന്നു. എനിക്കുള്ള കൽപ്പനയുമായി അശ്വാരൂഢൻ്റെ വരവ്. ദൂരെ നിന്ന് അടുത്തടുത്തു വരുന്ന അശ്വത്തിൻ്റെ കുളമ്പൊച്ചകൾ ആകാശത്തിലെ മേഘപാളികൾക്കിടയിൽ നഷ്ടപ്പെട്ടു. പിന്നെ ഇരുട്ടും നിശബ്ദതയും ബാക്കിയായി. പടിഞ്ഞാറൻ ആകാശത്തിൻ്റെ വക്കിൽ നിന്നിരുന്ന സായാഹ്ന സൂര്യൻ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കണ്ണിൽ അസ്തമിച്ചു.